فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين. صدق الله العظيم. ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ലാസ് റൂം വഴിയും മറ്റും ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിനെ പരിഗണിച്ച എൻ്റെ പ്രിയപ്പെട്ട ഏറെ ഇഷ്ടപ്പെടുന്ന സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി ഇരിക്കുന്നത് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ ഉപജീവനത്തിൽ വിശാലത പ്രദാനം ചെയ്യുമാറാവട്ടെ. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ഒട്ടേറെ സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടൊക്കെ ജോലികളിൽ ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെയും അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ, സന്താനങ്ങൾ, നമ്മോട് ബന്ധപ്പെട്ടവർ എല്ലാവരിലുമുള്ള രോഗങ്ങൾ അല്ലാഹു ഭേദമാക്കി തരുമാറാവട്ടെ. അസുഖത്തിൽ കിടക്കുന്ന നമ്മുടെ ഉസ്താദുമാരുണ്ട്, അതുപോലെ തന്നെ ഉമറാക്കൾ, നമ്മോട് ബന്ധപ്പെട്ടവർ അല്ലാഹു അവരുടെയൊക്കെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാവട്ടെ. ആത്മാഭിമാനത്തോടുകൂടെ ജീവിക്കുവാനും പരിപൂർണ ഹിദായത്തിലായി ഈമാനിലായി മരിക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ. നമ്മൾ വിശദീകരിച്ചു വരുന്ന സൂറത്തു സഫ്, ഇതിന്റെ അവസാന ഭാഗമാണ് നമുക്ക് എടുക്കാനുള്ളത്. 12 മുതലുള്ള ആയത്തുകളാണ് എടുക്കാനുള്ളത്. 10 മുതലുള്ള ആയത്തുകളാണ് ഞാൻ ഓതി വച്ചത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ തുടങ്ങി വെച്ച 10-11 ആയത്തുകളുടെ തുടർച്ചയാണ്. അതിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ആ ആയത്തുകൾ കൂടി നമ്മൾ കൂട്ടി നേരത്തെ ഓതി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു, അവസാനം ഓതി വച്ച 2 ആയത്തിൽ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായ നരകശിക്ഷയിൽ നിന്ന് രക്ഷ നൽകുന്ന ലാഭകരമായ ഒരു കച്ചവടത്തെ പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന ശ്രദ്ധേയമായ ഒരു ചോദ്യം. എന്നിട്ട് ആ കച്ചവടം എന്താണെന്ന് തുടർന്ന് അല്ലാഹു തആല വിശദീകരിക്കുന്നു. അല്ലാഹുവിലും അവന്റെ റസൂലിലും അചഞ്ചലമായി വിശ്വസിക്കുകയും ധനം കൊണ്ടും അതുപോലെ ശരീരം കൊണ്ടും അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുകയും ചെയ്യുക. ഇതാണ് ലാഭകരമായ കച്ചവടം. നരകാഗ്നിയിൽ നിന്ന് രക്ഷ നൽകുന്ന, സ്വർഗം ലഭിക്കുന്ന ലാഭമുള്ള കച്ചവടം അതാണ് എന്ന് അല്ലാഹു തആല ആദ്യം നമ്മൾ നേരത്തെ ഓതി വെച്ച അവസാനത്തെ 2 ആയത്തുകളിലൂടെ, ഇന്ന് നമ്മൾ തുടക്കം കുറിച്ച 2 ആയത്തുകളിലൂടെ അല്ലാഹു തആല പറഞ്ഞു. സാധാരണഗതിയിൽ നമ്മൾ കച്ചവടം തുടങ്ങുമ്പോൾ 2 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, ആ കച്ചവടത്തിന്, ഏത് കച്ചവടമാണെങ്കിലും മൂലധനമായിട്ട് നമ്മുടെ കൈവശം ചിലത് വേണം. ചരക്കുകൾ വാങ്ങുന്നതിന് വേണ്ടി അത് നമ്മൾ ചെലവഴിക്കേണ്ടി വരും. പിന്നെയാണ് ലാഭം കൊയ്യുക. അതുപോലെ അതിന്റെ പിന്നിൽ നല്ല അധ്വാനവും വേണം. എത്രയോ സഹോദരങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഹലാലായ രൂപത്തിൽ ബിസിനസ്സുകളും കച്ചവടങ്ങളും കൃഷികളൊക്കെ ചെയ്ത് സമ്പാദിക്കുമ്പോൾ ചില ആളുകളൊക്കെ അതിനെ ചെറുതാക്കി കാണിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അതിന്റെ പിന്നിൽ വലിയ അധ്വാനമുണ്ട്. ബുദ്ധിപരമായും അതുപോലെ തന്നെ എല്ലാ നിലക്കും അതിന്റെ പിന്നിൽ വലിയ അധ്വാനമുണ്ട്. അപ്പൊ മൂലധനമായിട്ട് നമ്മൾ ഇറക്കും. പിന്നെ നമ്മുടെ ആരോഗ്യപരമായിട്ട് നമ്മൾ അതിന് ഒരുപാട് സമയം ചെലവഴിക്കും. അതിന്റെയൊക്കെ ഫലം ആ കച്ചവടത്തിൽ നിന്നുള്ള ലാഭം.
നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് അതേപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മുടെ ആരോഗ്യം, അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മുടെ ധനം, ഇത് രണ്ടും നമ്മൾ ഇറക്കുന്ന ഈ ദുനിയാവിൽ നമുക്ക് കൊയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദർഭമുണ്ട്. നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ട് നാളെ പരലോകത്ത് രക്ഷപ്പെടും. അൽഹംദുലില്ലാഹ്, അതിന് ചില സന്ദർഭങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതുണ്ട്. മഹാന്മാര് വിശദീകരിക്കുന്നുണ്ടല്ലോ, റജബ് മാസം പറഞ്ഞാൽ അത് വിത്തിറക്കാനുള്ള ടൈമാണ്, കൃഷി ഇറക്കാനുള്ള ടൈമാണ്. ഷഅബാൻ അത് നനച്ചു കൊടുത്ത് വീണ്ടും പരിപോഷിപ്പിക്കാനുള്ള ടൈമാണ്. റമളാൻ ശരിക്കും നമ്മൾ പ്രവേശിച്ചു. സത്യവിശ്വാസികൾ പരലോകത്ത് വരുമാനമുണ്ടാക്കാനുള്ള ആ വിഷയത്തിലുള്ള ഒരു മത്സരത്തിന്റെ ടൈം വരാൻ പോവാണ്. ഓഫറുകളുടെ ഒരു കാലഘട്ടം. ജ്വല്ലറികളൊക്കെ പുതിയത് തുടങ്ങുമ്പോൾ, ടെക്സ്റ്റൈൽസുകളൊക്കെ പുതിയത് തുടങ്ങുമ്പോൾ, സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച പർച്ചേസ് നടത്തുന്നവർക്ക് കൂപ്പൺ കൊടുത്തിട്ടും മറ്റു ചില ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അവിടെ ഭയങ്കര തിരക്കായിരിക്കും. അതിന്റെ തൊട്ട് മുന്നോടിയായിട്ട് ചിലപ്പോൾ ഒരാഴ്ച 4-5 വാഹനങ്ങൾ തലങ്ങും വലങ്ങും പായും ഈ വിവരം അനൗൺസ് ചെയ്തു. ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് പരലോകത്തേക്ക് വാരാൻ, സമ്പാദിക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യന് വർഷത്തിലൊരിക്കൽ അള്ളാഹു നൽകുന്ന വലിയൊരു ആനുകൂല്യത്തിന്റെ ഒരു 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം വിശുദ്ധ റമളാൻ. ആ റമളാന് സ്വാഗതം അരുളിക്കൊണ്ട് റജബിലും ശഅബാനിലും ബർക്കത്ത് ലഭിക്കാനും റമളാനിലേക്ക് വേഗത്തിലെത്താൻ അഗാധമായി കൊതിച്ച് സത്യവിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ട ടൈം തുടങ്ങി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അള്ളാഹു വളരെയധികം ബർക്കത്ത് ചെയ്യുന്ന 2 മാസങ്ങളാണ് ഈ മാസം. അതുകൊണ്ട് റജബ് പറന്ന തിരുദൂതർ അങ്ങനെ ദുആ ചെയ്യുമായിരുന്നു. പറഞ്ഞു വരുന്നത്, സൂറത്ത് സഫിലൂടെ അള്ളാഹു പറയുന്ന ആ കച്ചവടം, ലാഭകരമായ കച്ചവടം, അൽഹംദുലില്ലാഹ് അതിന് ഏറ്റവും നല്ല ടൈമാണ്, അതിന്റെ നല്ല മുഹൂർത്തങ്ങളാണ് നമുക്ക് വരാൻ പോകുന്നത്. അള്ളാഹു അതൊക്കെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സമ്പത്തും അതുപോലെ തന്നെ നമ്മുടെ ശരീരവും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന്റെ വലിയ ലാഭം കിട്ടുന്നതിനെ സംബന്ധിച്ച് തുടക്കം കുറിച്ചു. നമ്മൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവരൊക്കെ അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിന് വേണ്ടി ചെലവഴിച്ചത്, അകമടിഞ്ഞു കൊടുത്തു. വലിയ ഉദാരത കാണിച്ചു. അതിന്റെ പുറമെ എന്ത് തന്നെ സംഭവിച്ചാലും സ്വന്തം ശരീരം അള്ളാന്റെ വിശുദ്ധ ദീനിന് നൽകാൻ അവർ തയ്യാറായി. അവിടെ 80 ചില്ലാനം വെട്ടുകൾ പ്രശ്നമായില്ല. ആർക്ക്? ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ശരീരം കൊടുത്തതാണ്. സമരം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സമ്പത്തും ശരീരവും അള്ളാന്റെ മാർഗത്തിൽ നൽകുമ്പോൾ അതിന് തിരിച്ചു ലഭിക്കുന്നത് അതിന്റെ അടുത്ത ഭാഗമാണ് നമുക്ക് വിശദീകരിക്കണം. നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യഗ്ഫിർ ലക്കും ദുനൂബക്കും വയുദ്ഖിൽക്കും ജന്നാത്ത് തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാതി അദ്ൻ ദാലികൽ ഫൗസുൽ അളീം. അല്ലാഹു പറയുന്നു, ആദ്യം പറഞ്ഞ ആ കച്ചവടത്തിന് ഒരാൾ തയ്യാറായാൽ യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ ദോഷങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. മാത്രമല്ല വയുദ്ഖിൽക്കും ജന്നാത്ത്, സ്വർഗത്തോപ്പുകളിൽ അല്ലാഹു നിങ്ങളെ പ്രവേശിപ്പിക്കും. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, ആ തോട്ടങ്ങളുടെ താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള സ്വർഗത്തോപ്പുകളിൽ അല്ലാഹു നിങ്ങളെ പ്രവേശിപ്പിക്കും. മാത്രമല്ല വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാതി അദ്ൻ, സ്ഥിരവാസത്തിന്റെ സ്വർഗത്തോപ്പുകളിൽ
മനോഹരമായ വാസസ്ഥലവും അത് വേറെയാണ്. മനോഹരമായ ഭംഗിയുള്ള വാസസ്ഥലവും അല്ലാഹു നിങ്ങൾക്ക് നൽകും. അതിൽ പ്രവേശിപ്പിക്കും അവൻ. ദാലികൽ ഫൗസുൽ അളീം. അതൊരു മഹാവിജയമാകുന്നു. അല്ലാഹു ആ കൂട്ടത്തിൽ നിന്ന് ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് തോട്ടങ്ങളുണ്ട് എന്നാണ്. ഒരുപാട് തോട്ടങ്ങൾ. ജന്നാത്താണ്. ജന്നത്തെന്ന തോട്ടം. ഒരുപാട് തോപ്പുകൾ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഓരോരുത്തർക്കും ഈ രണ്ട് തോപ്പുകളുണ്ട് എന്നാണ്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹു തആല സൂറത്തുർ റഹ്മാനിൽ പറയുന്നുണ്ടല്ലോ, അള്ളാഹുവിന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുന്നതിന് ഭയപ്പെടുന്ന ആളുകൾക്ക് അവർക്ക് രണ്ട് സ്വർഗത്തോപ്പുകളുണ്ട്. ഓരോരുത്തർക്കും ഈ രണ്ട് സ്വർഗത്തോപ്പ്. ഒന്ന് അവർ ചെയ്ത അമലുകൾക്കാണ്. രണ്ട് വർജിക്കാൻ അള്ളാഹു കൽപ്പിച്ചതിനെ വർജിക്കുന്നവർക്കാണ്. അതായത് നിസ്കരിക്കുന്നവർക്ക്, നോമ്പ് നോറ്റവർക്ക്. അപ്പേരിൽ ഒരു സ്വർഗം. കള്ള് കുടിക്കാതിരുന്നതിന്, വ്യഭിചരിക്കാതിരുന്നതിന് അതിന് വേറെ സ്വർഗം. അതല്ലെങ്കിൽ നിർബന്ധ കാര്യങ്ങൾ ചെയ്തു, ഹറാമ് ഉപേക്ഷിച്ചു, അതിന് ഒരു സ്വർഗം, കൂലി, സവാബ്. രണ്ടാമത്തത് അള്ളാഹുവിന്റെ വകയായിട്ട് ഫള്. ഒരാളെ നമ്മൾ കൂലിക്ക് വിളിച്ചു, അയാൾക്ക് 500 രൂപയാണ് ഒരു ദിവസത്തെ ജോലിക്കുള്ള കൂലി. അയാളെ കയ്യിൽ 1000 വെച്ച് കൊടുത്തു. 500 കൂലിയാണ്, 1000 നമ്മുടെ വകയാണത് എന്ന് പറഞ്ഞതുപോലെ രണ്ട് സ്വർഗം. ഒന്ന് നമ്മളിവിടെ അധ്വാനിച്ചതിന് പകരം, രണ്ട് അള്ളാഹുവിന്റെ വക. ഒക്കെ അള്ളാന്റെ വക തന്നെ. പക്ഷെ ഒന്ന് സവാബും ഒന്ന് ഫളലും. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെ ഇവിടെ തന്നെ അള്ളാഹു പറയുന്നത്. പിന്നെ അതിൽ മനോഹരമായ വാസസ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ സഹോദര, ഒരുപാട് റൂമുകളുള്ള കൊട്ടാരം. റൂമുകളിൽ വേറെ റൂമുകൾ. അതിനെപ്പറ്റി അള്ളാഹുവിന്റെ തിരുദൂതർ വിശദീകരിക്കുന്നുണ്ട്. മനോഹരമായ മുത്തുകൊണ്ട്, മാണിക്കൊണ്ട് നിർമ്മിക്കപ്പെട്ട കൊട്ടാരം. അവിടെ ഒരുപാട് വീടുകളുണ്ട്, പല പേരുകളിലും. അതൊക്കെ വ്യത്യസ്തമായ രൂപത്തിൽ അള്ളാഹു നൽകും. സ്വർഗം ഒരു ലോകമാണ്. അവിടെ എത്തിയാൽ മതി. ദാറുന്നൂറുണ്ട് അവിടെ. ബിസ്മിയുമായി നല്ല ബന്ധമുള്ള ആളുകൾക്ക് പ്രത്യേകം ഒരുക്കി വെച്ചത്. ചെറുപ്പത്തിൽ ചെറിയ കുട്ടികൾ, മരിച്ച രക്ഷിതാക്കൾ, മാതാപിതാക്കൾ, അതിന്റെ പേരിൽ വളരെയധികം ക്ഷമ കൈകൊണ്ട് അള്ളാഹു നൽകിയതിനെ അള്ളാഹു തിരിച്ചു പിടിച്ചു. ആ വിഷയത്തിൽ നല്ല ക്ഷമ കൈകൊണ്ടവർ, അങ്ങനെയുള്ള ആളുകൾക്ക് ബൈത്തുൽ ഹംദ് എന്ന് പറഞ്ഞ് മനോഹരമായ ഒരു ഭവനം അള്ളാഹു വേറെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ അത് മാത്രമല്ല സഹോദര, ഈനകളും അതിന്റെ പേരിൽ സ്വർഗ്ഗം നമുക്ക് പെടുമെന്ന്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് 2, ലാ ഇലാഹ ഇല്ലല്ലാഹ് 3, അല്ലാഹു അക്ബറിന് 4, വലാ ഹൗല വലാ ഖുവത 5. ഒറ്റ പ്രാവശ്യം ചൊല്ലിയാൽ അതിന്റെ പേരിൽ 5 മരം സ്വർഗത്തിൽ നമുക്ക് എടുക്കപ്പെട്ടു. ഓരോരുത്തർക്കുള്ള തോട്ടത്തിൽ. അപ്പൊ അതിന്റെ വിശാലത എത്രയുണ്ട്! ആ സ്വർഗത്തോപ്പുകളിൽ അതിന്റെ ഉള്ളിൽ കയറും എന്ന് മാത്രമല്ല, അതിൽ മനോഹരമായ വാസസ്ഥലമുണ്ട് എന്നാണ്. എന്നിട്ട് വീണ്ടും അല്ലാഹു പറയുന്നത്, വഉഖ്റാ തുഹിബ്ബൂനഹാ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വേറെ ചിലതും നിങ്ങൾക്ക് ലഭിക്കും. അതെന്താ? നസ്റും മിനല്ലാഹി വഫത്ഹുൻ ഖരീബ്, അല്ലാഹുവിൽ നിന്നുള്ള സഹായവും ആസന്നമായ വിജയവും അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വബശ്ശിരിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് സന്തോഷിക്കാൻ, സന്തോഷവാർത്ത അറിയിക്കാൻ നബിയോട് അല്ലാഹു തആല കൽപ്പിക്കാൻ. അവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്താ? ഇത് എല്ലാ കാലത്തും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നോക്കൂ, അല്ലാഹു പറയുന്നത് എന്താ? അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവർ, സമ്പത്ത് ദീനിന്റെ വഴിയിൽ ചെലവഴിക്കുന്നവർ, ആരോഗ്യം ദീനിന്റെ വഴിയിൽ ചെലവഴിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് നല്ല ലാഭമുള്ള കച്ചവടം, അവർക്ക് സ്വർഗമുണ്ട്. സ്വർഗത്തോപ്പുകളിൽ എല്ലാ സൗകര്യങ്ങളും, അതിന്റെ പുറമെ മറ്റൊരു അനുഗ്രഹവും അവർക്ക് ലഭിക്കുന്നു. ഏറെ അവർ ഇഷ്ടപ്പെടുന്നത് അത് അല്ലാഹുവിൽ നിന്നുള്ള സഹായവും ആസന്നമായ വിജയവും. അത് ദുനിയാവുന്ന
ലോക മുസ്ലിമീങ്ങൾക്ക് ആശ്വാസം പകരുന്ന ആയത്താണിത്. എല്ലാ കാലത്തും, ഇത് നബിയുടെ കാലത്ത് മാത്രമല്ല. സഹോദരായ എത്ര പ്രയാസങ്ങൾ വന്നു. ഇന്നിപ്പോ ലോകത്തിന്റെ പല ഭാഗത്തും പ്രയാസപ്പെടുന്നുണ്ട്. സത്യവിശ്വാസികളായി എന്ന ഒറ്റ കാരണത്താൽ പ്രയാസപ്പെടാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മുഅ്മിനായി മുസ്ലിമായി എന്നതിന്റെ പേരിലാണ് പീഡനങ്ങൾ. ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. ചില ഏരിയകളിലൂടെ വെറുതെ പിടിച്ചടിക്കുക, മർദ്ദിക്കുക, യാത്ര പോകാൻ പറ്റാത്ത അവസ്ഥ, ആരാധനാലയങ്ങൾ പരസ്യമായിട്ട് തകർക്കപ്പെടുന്ന അവസ്ഥ. ഇസ്ലാമിക ഐഡന്റിറ്റി കാത്തു സൂക്ഷിച്ചാൽ അതിനെതിരെ ആക്രമണങ്ങൾ നടക്കുക. ഇന്നിപ്പോ ലോകത്തിന്റെ പരഭാഗത്ത് നടക്കുന്നു. ഇതുതന്നെയല്ല 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നത്. എന്ത് തന്നെ വന്നാലും സത്യവിശ്വാസികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണമെന്നാണ് അത് പഠിപ്പിക്കണത്. അള്ളാന്റെ തിരുദൂതർ പോലും എത്ര പ്രയാസപ്പെട്ടു, എത്ര അവഹേളനങ്ങൾ, എത്ര മർദ്ദനങ്ങൾ. പല്ലുപൊട്ടിയില്ല. റസൂലുള്ളാഹിനെ കൊല്ലാൻ അവർക്ക് സാധിക്കാതെ വന്നത്. അതല്ലാതെ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. തന്റെ അനുചരന്മാർ സഹിച്ചിട്ടുണ്ട്. അതിൽ ആദ്യഘട്ടത്തിൽ വളരെ പീഡനങ്ങൾ സഹിച്ചതാണ് യാസിർ കുടുംബം. അവർ നബിയോട് പറഞ്ഞു, എന്ത് ചെയ്യും നബിയെ, അത്രക്കും പ്രയാസങ്ങൾ. സ്വർഗം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം ഏറ്റുവാങ്ങിയ കുടുംബം അതിമൃഗീയമായ രൂപത്തിൽ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട് സയ്യിദുനാ യാസിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഭാര്യ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ. എന്താ കാരണം? അവർക്കതൊരു വിഷയമായില്ല. ഇരുമ്പിന്റെ പടയെങ്കിൽ ചുട്ടു പഠിപ്പിച്ച് ശരീരത്തിൽ വെച്ചിട്ടും യാസിർ റളിയല്ലാഹു അൻഹു പതറിയില്ല. എന്തുകൊണ്ട്? ഇത് ദുന്യാവാണ്. അതിന്റെ ശേഷം അൽഹംദുലില്ലാഹ് ഇതാ വരാൻ പോകുന്നു സ്വർഗം. പുണ്യനബി വാഗ്ദത്തം ചെയ്തതാണ്. എന്തിനു പേടിക്കണം? ആ ഒരു ചിന്തയായിരുന്നു യഥാർത്ഥത്തിൽ അവർക്കുണ്ടായിരുന്നത്. പക്ഷെ അള്ളാഹു പറഞ്ഞെന്താ? അങ്ങനെയുള്ളവർക്ക് സ്വർഗം. വെള്ളം കൊടുക്കാതെ ബുദ്ധിമുട്ടാക്കിയില്ല, വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ മാരകമായി പരിക്ക് പറ്റി, അങ്ങനെ എത്ര പേർ പോയി. പക്ഷെ അള്ളാഹു തആല പറയുന്നെന്താ? സാരല്ല, സ്വർഗം ഇതാ വരാൻ പോകുന്നു. ആ സ്വർഗത്തിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന തോട്ടത്തിന്റെ താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുമെന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. അത് തന്നെ എന്താ അതിന്റെ ഉദ്ദേശം? അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, മിനൽ ലബനി വൽ അസ്ലി വൽ ഖംരി വൽ മാഇ സ്വാഫി. അതായത് പാലിന്റെയും തേനിന്റെയും കള്ളിന്റെയും ശുദ്ധമായ വെള്ളത്തിന്റെയും അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന. ഇവിടെ കുറച്ച് പ്രയാസപ്പെട്ടാലും ഇൻഷാ അല്ലാഹ് അവിടെ നമുക്ക് ലഭിക്കും. മുഹമ്മദ് സൂറത്തിലൂടെ അല്ലാഹു ആ അരുവികളെ സംബന്ധിച്ച് പറയുന്നു. പാലിന്റെയും അതുപോലെ തേനിന്റെയും കള്ളിന്റെയും സഹോദര വെള്ളത്തിന്റെയും അരുവികൾ. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ എത്ര പ്രയാസം സഹിച്ചോ അതിനൊക്കെ കിട്ടും. ഇനി അതിന്റെയൊക്കെ പുറമെ സഹോദര അന്ന് പറഞ്ഞതെന്താ? നിങ്ങൾക്ക് സന്തോഷമുള്ള വേറൊന്ന് കിട്ടും. അത് അള്ളാഹുവിൽ നിന്നുള്ള സഹായവും ആസന്ന വിജയവും. ബദർ കണ്ടില്ലേ? ആദ്യകാലത്ത് സഹോദര വളരെയധികം പ്രയാസപ്പെട്ട സ്വഹാബത്തിന് അൽഹംദുലില്ലാഹ് ബദറിൽ വിജയമുണ്ടായി. നമ്മൾ പരമാവധി കുഴപ്പങ്ങളൊക്കെ ഒഴിവാക്കി നല്ല രൂപത്തിൽ ജീവിച്ചു. ഗത്യന്തരമില്ലാത്തതുകൊണ്ട് ജന്മനാട് വിട്ടു പോകേണ്ടി വന്നു. എത്രത്തോളം ക്ഷമിച്ചു? 13 കൊല്ലക്കാലം എല്ലാം ക്ഷമിച്ചു. പക്ഷെ അള്ളാഹു പറഞ്ഞെന്താണ്? പ്രയാസപ്പെടേണ്ട, നിങ്ങൾക്ക് ആസന്ന വിജയം വരാൻ. ഇതൊക്കെ പരീക്ഷണമാണ് സഹോദര, പരീക്ഷണങ്ങളാണ്. പരീക്ഷണങ്ങളിൽ നമ്മൾ വിജയിക്കാൻ കഴിയണം. നമുക്ക് എല്ലാ നിലക്കും പ്രയാസങ്ങൾ വരും. സത്യവിശ്വാസികളാവുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാവും. അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. അതിൽ വേവലാതിപ്പെട്ട് ഈമാൻ നഷ്ടപ്പെടുത്താൻ പാടില്ല. എന്തുകൊണ്ട്? അള്ളാഹു പറയണ ആസന്നമായ വിജയം ഇതാ വരാൻ പോവാ, അള്ളാന്റെ സഹായം. അതല്ലേ ബദറിൽ വിജയിച്ചില്ലേ? ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിജയല്ലേ അത്. 1000-1000 വരുന്ന സർവായുധ വിഭൂഷിതരായ അബൂജഹലിന്റെ പട്ടാളം നിരായുധരായ 313 തോറ്റുപോയി. എന്താ കാരണം? അള്ളാഹു തആല 5000 മലക്കുകൾ ഇറക്കി കൊടുത്തു. റസൂൽ സുജൂദിൽ കടന്ന് അതിനു വേണ്ടി ദുആയിരുന്നു. ആ ദുആയിൽ നബി ഉപയോഗിച്ച 2 നാമങ്ങളുണ്ട് അള്ളാഹുവിന്റെ പേരുകളിൽ. ഏതാ? ഹയ്യ്, ഖയ്യൂം. നല്ല ഉത്തരം കിട്ടുന്നതാണ്. യാ ഹയ്യു യാ ഖയ്യൂം. ദീർഘമായി ദുആ ചെയ്തു. അൽഹംദുലില്ലാഹ് വിജയം ഉണ്ടായി. ഈ നോക്കൂ, ആ ബദറിന്റെ ശേഷം പിന്നെ മക്ക വിജയമുണ്ടായി. ഒരു കാലത്ത് മക്കയുടെ മണ്ണിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വന്നുവെങ്കിൽ അന്ന് സിദ്ദീഖെന്നവരോടുകൂടെയാണ് റസൂൽ ഇറങ്ങിപ്പോയത്. പക്ഷേ തിരിച്ചു വന്നതോ 12,000 അനുയായികളോടുകൂടെ മക്കയുടെ മണ്ണിലേക്ക് തിരിച്ചു വന്നു. അന്ന് കളിയാക്കാൻ ആളുകളില്ലായിരുന്നു, അന്ന് മർദ്ദിക്കാൻ ആളുകളില്ലായിരുന്നു. ഒരു വലിയ ജേതാവായിട്ട് പ്രവാചകർ തിരിച്ചു വന്നു. വല്ലാത്ത വിജയമായിരുന്നു അത്. ഹുദൈബിയ സന്ധി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ജന്മനാട്ടിലേക്ക് ഒരു ഉംറക്ക് പോയത്.
ആ ഉംറ നടക്കാതെ ശത്രുക്കൾ തടഞ്ഞത് കാരണം തിരിച്ചു പോവുകയാണ് മദീനയിലേക്ക്. അടുത്ത കൊല്ലം വരാന്നുള്ള ഗ്യാരണ്ടിയോടുകൂടെ. സുബ്ഹാനല്ലാഹ്, എല്ലാവരും നല്ല മാനസിക വിഷമത്തിലാ. അങ്ങനെ പോകുമ്പോഴാണ് ഫത്ഹ് സൂറത്ത് ഇറങ്ങിയത്. ആ ഫത്ഹ് സൂറത്തിന് ഇറങ്ങലോടുകൂടെ അതുവരെ വിഷമിച്ച, മാനസിക വിഷമം സഹിച്ച സ്വഹാബത്തൊക്കെ വല്ലാതെ ചിരിച്ചുപോയി, വല്ലാതെ സന്തോഷിച്ചുപോയി. എന്താ കാരണം? ഹുദൈബിയ സന്ധിയിൽ സുൽഹുൽ ഹുദൈബിയ അതിൽ ഒപ്പുവെച്ചതോടുകൂടെ പ്രത്യക്ഷത്തിൽ അത് നമുക്ക് വഷളത്തരാണെന്ന് തോന്നിയിരുന്നു. പക്ഷെ നബിയുടെ ആ ദീർഘവീക്ഷണം അള്ളാഹു അതിന് അടിവരട്ടെ. ഇതാ വലിയ വിജയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഫത്ഹുൽ ഫുതൂഹ്, അതാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. വിജയങ്ങളുടെ പ്രോദ്ഘാടനം. പേടിക്കണ്ട. അപ്പോഴാണ്, കാരണം വളരെ താല്പര്യത്തോടുകൂടെ ഉംറ ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടത്. എന്നിട്ട് മക്കയിലേക്ക് വരാൻ പറ്റില്ല എന്ന് അവർ പറയാം. നബിയുടെ ഇവിടെയുള്ള 100 പേര് സ്വഹാബിമാര് പറയുന്നത് മക്കയിലേക്ക് അടിച്ചു കയറണം. ജന്മനാടാണ്. അടിച്ചു കയറിയാൽ ഉംറയൊക്കെ ചെയ്യാം, കുഴപ്പമുണ്ടാവും. റസൂൽ വന്നത് വേണ്ട. അങ്ങനെയാണ് ശത്രുക്കളുമായി വ്യവസ്ഥ തയ്യാറാക്കിയത്. ആ വ്യവസ്ഥ മുഴുവനും പ്രത്യക്ഷത്തിൽ നമുക്ക് പ്രതികൂലം. നമ്മുടെ ആത്മാഭിമാനം അത് ആകെ നഷ്ടപ്പെട്ടോ എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലായിരുന്നു. പക്ഷേ മുതിർന്നവർ പറയുമ്പോൾ കേൾക്കണം. ദീർഘവീക്ഷണായി തിരിച്ചു വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ തിരുദൂതർക്ക് വചനങ്ങൾ ഇറങ്ങി. ഫത്ഹ് സൂറത്ത്. ഉമർ റളിയല്ലാഹു അൻഹു അടക്കം വല്ലാത്ത സന്തോഷം. അതിലേറെ ഖേദം. എന്തേ? നബിയോട് തട്ടിക്കേറി. നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലല്ലേ എന്ന് ചോദിച്ചത്. ഈമാൻ കൊണ്ട് ചോദിച്ചതാ. നമ്മൾ എന്തിനു കുറഞ്ഞു കൊടുക്കണം? ഇസ്ലാം സമാധാനത്തിന്റെ വഴി സ്വീകരിച്ചു. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന് പറഞ്ഞു അള്ളാഹു തആല ആയത്തിറക്കി. ആ സ്വഹാബത്ത് 1400 പേരെ പ്രകീർത്തിച്ചുകൊണ്ട് അള്ളാഹു തആല ആയത്തിറക്കി. അവർ ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ നബിയുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ് ഒരു മരത്തിന്റെ ചുവട്ടിൽ വെച്ചിട്ട് ബൈഅത്ത് ചെയ്തതാണ്. നബിയുടെ ഉടമ്പടി ചെയ്തതാണ്. ബൈഅത്തുൽ റിദ്വാൻ എന്ന് പറയും ചരിത്രത്തിൽ അതിന്റെ പേര്. അവരെ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു ഫത്ഹ് സൂറത്ത്. അവസാനം അന്ന് 1400 പേരാണെങ്കിൽ അത് ഹിജ്റയുടെ 6ാമത്തെ വർഷം. 2 വർഷം കൊണ്ട് അത് 10,000-ലധികമായി. അങ്ങനെ 12,000-ഓളം ആളുകളോടുകൂടെയാണ് ഹിജ്റയുടെ 8ാമത്തെ വർഷം നബി തങ്ങൾ മക്കയിലേക്ക് വന്നത്. എതിർക്കാൻ ആരുമില്ലായിരുന്നു. ഉള്ള ശത്രുക്കൾക്ക് എതിർക്കാനുള്ള നട്ടലില്ലായിരുന്നു. സഹോദര, ഒരു നരിയുടെ മുന്നിൽപ്പെട്ട ഒരാളെ പോലെ പ്രവാചകരുടെ മുന്നിൽ അവർ പേടിച്ചു വിറച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട്? നേരത്തെ കഠിനമായ പീഡനങ്ങൾ അഴിച്ചുവിട്ടവര് അവരുടെ പിന്മുറക്കാരാ. അതുകൊണ്ട് അതിനെങ്ങാനും പ്രവാചകർ പകരം വീട്ടാൻ തീരുമാനിച്ചാൽ 10,000-കണക്കിന് നബിയുടെ അനുചരന്മാർ മക്കയിലുള്ള ഈ ശത്രുക്കളെ അരിഞ്ഞു നുറുക്കാനുള്ള എല്ലാ നിലക്കുള്ള കഴിവുണ്ട്, സംഘശക്തിയും. എല്ലാരും പ്രതീക്ഷിച്ചു എനിക്ക് ജീവപര്യന്തമുണ്ടാവും. ചിലർ വിചാരിച്ചു എനിക്ക് വധശിക്ഷയായിരിക്കും, എന്നെ ഒരിക്കലും വെറുതെ വിടൂല, ഞാൻ അങ്ങനെ കളിച്ചോനാ. സഹോദര, മസ്ജിദുൽ ഹറാമിലും അബൂ സുഫിയാന്റെ വീട്ടിലും സ്വന്തം വീടുകളിലും പേടിച്ചരണ്ടിരിക്കുന്ന ശത്രുക്കൾ. റസൂൽ എന്താ ചെയ്തത്? കഅബ ശുദ്ധീകരിച്ച് തവാഫ് കഴിഞ്ഞതിന്റെ ശേഷം എല്ലാരെയും വിളിച്ചുകൂട്ടി. ഇവരിങ്ങനെ വിറച്ചിരിക്കാൻ എന്ത് തീരുമാനം എടുക്കാൻ? കാരണം ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ ജാഗരൂകരായിട്ട് നിൽക്കാൻ എന്തിനും തയ്യാറായി. അപ്പോഴാ റസൂൽ പ്രഖ്യാപിച്ചത്, നിങ്ങളൊക്കെ പോയിക്കോളൂ, നിങ്ങൾക്ക് വിടുതി നൽകപ്പെട്ടിരിക്കുന്നു. ഒരൊറ്റ മാപ്പ് കൊടുക്കലാണ്. ചരിത്രത്തിൽ ഇത് തുല്യമായ ഒരു സംഭവം ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇങ്ങനൊരു മനുഷ്യ സ്നേഹം. അതോടുകൂടെ ഇവർ അത്ഭുതപ്പെട്ടു, ഇങ്ങനൊരു മനുഷ്യനാണ് ഇത്രകാലം പ്രയാസപ്പെടുത്തിയത്. അതോടുകൂടെ സഹോദര, ധാരാളം ആളുകൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഈ പുണ്യതീരത്തേക്ക് കടന്നു വന്നുവെന്ന് ചരിത്രം പറയുന്നു. അല്ലാഹു വലിയ വിജയമാണ് നൽകിയത്. ഇന്ന് മക്കയും മദീനയും നോക്കൂ, ഒറ്റ വിശ്വാസിക്ക് പ്രവേശനമില്ലാത്ത നാട്. അള്ളാഹു ആ ഇസ്സത്ത് നിലനിർത്തി പെരുമാറാവട്ടെ. ഞാൻ പറയുന്നത്, അള്ളാഹു പറയാണ് നിങ്ങൾക്ക് ഇവിടെ തന്നെ വിജയം വരും, അള്ളാന്റെ സഹായം ഉണ്ടാവും. പക്ഷെ ഉറച്ചു നിൽക്കണം. ഇത് ലോക മുസ്ലിമീങ്ങൾ ഇന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഈമാനും അമലുകളും ആത്മാർത്ഥമായിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ശത്രുവിനെയും പേടിക്കണം. ഇതൊക്കെ ഒന്നായിട്ടുണ്ട് പൊളിച്ചിടണം എന്നാണ് ചില ആളുകളുടെ ധാരണ. അതിനു പറ്റിയ പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ഉള്ള ഒരു നാടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭരണം അധികാരം കയ്യിൽ കിട്ടുമ്പോ ശത്രുക്കള് അവരൊക്കെ വിചാരിക്കുന്നത് ഈ വെളിച്ചം അടച്ചു കളയാൻ കഴിയുമെന്നാണ്. നടക്കൂല. എന്താ കാരണം? അത് അള്ളാഹു ഏറ്റെടുത്തത്. കലങ്ങി മറിഞ്ഞ അന്തരീക്ഷത്തിൽ എന്താകുന്നുള്ള ആശങ്ക ഉണ്ടാവും. ഒരാശങ്ക വേണ്ട. സമാധാനത്തിന്റെ വഴി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നേറണം.
നമ്മളെപ്പോഴും ആ വഴിയാണ് സ്വീകരിക്കുന്നത്. വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാന്റെ സഹായം ഉണ്ടാവും, പക്ഷെ എന്ത് വേണം? നല്ല വിജയം വേണം. അങ്ങനെ വിജയമുണ്ടാകുമ്പോൾ അധികാരമില്ലെങ്കിൽ പോലും നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് കോഴിക്കോട് സയ്യിദ് ജിഫ്രി തങ്ങൾ സാമൂതിരി രാജാവിനെ നിയന്ത്രിച്ചത്. വലിയ ചരിത്രമാണത്. നമ്മൾ നിൽക്കേണ്ടടുത്ത് നിൽക്കും. മാലിക് ബിൻ ദീനാറും സാഹവും കാസർഗോഡ് വന്നപ്പോ സഹോദരാ ചിന്തിക്കണം, അവർ കേരളത്തിന്റെ മണ്ണിലേക്ക് വന്നപ്പോ ഈ രാജ്യത്തെ ഹൈന്ദവരാ സ്വീകരിച്ചത്. അന്ന് വളരെ സ്നേഹമായിരുന്നു പരസ്പരം. ഇന്ന് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അശാന്തി വിതക്കാനാണ് ശത്രുക്കൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏറെ ശ്രദ്ധിക്കാൻ കഴിയുന്നു. എങ്ങനെ അതീവ ജാഗ്രത. സഹോദര, നമ്മുടെ ഈമാൻ ഒരിക്കലും നഷ്ടപ്പെടാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നുള്ള പ്രവർത്തനം എന്നാ പടച്ചവന്റെ സഹായം. അതിന് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ ഹവാരിയങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം അവരെ പ്രത്യേകം അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടാണ് നമുക്കും വേണ്ടതെന്നാണ്. അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. നോക്കൂ, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ അൻസ്വാറല്ലാഹി കമാ ഖാല ഈസ ഇബ്നു മറിയം كما قال عيسى بن مريم يا للحواريين من أنصاري إلى الله قال الحواريون نحن أنصار الله فآمنت طائفة من بني إسرائيل وكفرت طائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين. ശ്രദ്ധിച്ചോളൂ, അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കൂനൂ അൻസ്വാറല്ലാഹ്, നിങ്ങളൊക്കെ അല്ലാഹുവിന്റെ സഹായികളാകണം. അല്ലാഹുവിന്റെ പ്രയോഗം നോക്കൂ. സത്യവിശ്വാസികളെ, നിങ്ങളൊക്കെ അല്ലാഹുവിന്റെ സഹായികളാകണം. ഏതുപോലെ? കമാ ഖാല ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ലിൽ ഹവാരിയീൻ, ഹവാരികളോട് പറഞ്ഞു. എന്ത്? മൻ അൻസ്വാരി ഇലല്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് എന്നെ സഹായിക്കാൻ ആരാണുള്ളത് എന്ന് ഹവാരികളോട് പറഞ്ഞു. ഖാലൽ ഹവാരിയൂൻ, അപ്പോൾ ഹവാരികൾ പറഞ്ഞതെന്താ? നഹ്നു അൻസ്വാറുല്ലാഹ്, ഈസ നബിയെ, ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികൾ തന്നെയാണ്, ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികൾ തന്നെയാണ്. അതേ നിലപാട് നിങ്ങൾക്കും വേണമെന്നാണ്. എന്താ ഈ ഹവാരിയങ്ങൾ എന്ന് പറഞ്ഞാൽ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉറച്ചു നിന്ന 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ 12 ശിഷ്യന്മാർക്കാണ് ഹവാരികൾ എന്ന് പറയുന്നത്. അപ്പോസ്തലന്മാർ എന്ന് മലയാളത്തിൽ അതിനെ പറയും. അവര് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പ്രവാചകരോട് ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. അതായത് ഈസാ നബി വരുമ്പോ ഭയങ്കര പ്രയാസങ്ങളുണ്ടായി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന സമയത്ത് ഒരുപാട് വിവാദങ്ങളുണ്ടായി. മൂസാ നബിയുടെ ആളുകൾ, യഹൂദികൾ അദ്ദേഹത്തിന് വല്ലാതെ പ്രയാസപ്പെടുത്തി. കാരണം അവർക്കൊരു ധാരണ പശക് വന്നതാണ്. ഈസാ നബി വന്നത് മൂസാ നബിയുടെ ശരീഅത്തിനെ എതിർക്കാനാണ് എന്നുള്ളൊരു ധാരണ അവർക്ക് വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അവർ ഈസാ നബിയെ വല്ലാതെ പ്രയാസപ്പെടുത്തി. ആ സമയത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നോക്കൂ, ആ ഘട്ടത്തിൽ സത്യനിഷേധത്തെ വല്ലാതെ അവരിൽ നിന്ന് ഭയന്ന സന്ദർഭത്തിൽ ഈസാ നബി ഒരു നിലപാട് സ്വീകരിച്ചു. അത് ഖുർആനിൽ കുറച്ചും കൂടി വിശാലമായ ആലു ഇമ്രാനിൽ പറയുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ അഹസ്സ ഈസാ മിൻഹുമുൽ കുഫ്ർ قال من أنصاري إلى الله قال الحواريون نحن أنصار الله آمنا بالله واشهد بأننا مسلمون.
ശ്രദ്ധിക്കണം, നമ്മളൊക്കെ ആ ഒരു രൂപത്തിലാകണം എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാന്റെ സഹായികളാണ്. فلما أحس عيسى منهم الكفر ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയിൽ നിന്ന് സത്യനിഷേധനെ ഭയപ്പെട്ട സന്ദർഭം ഈസ നബിക്ക് തോന്നി ഇവരൊക്കെ പഴച്ചു പോകാൻ പറ്റേ. ആ സമയത്ത് ഈസ നബി ചോദിച്ചു, എന്ത്? ഖാല മൻ അൻസ്വാരി ഇലല്ലാഹ്, അല്ലാഹുവിങ്കലേക്ക് എന്നെ സഹായിക്കാൻ ആരാണുള്ളത്? ഇവിടെ പറയുന്ന എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ അൻസ്വാറല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങളൊക്കെ അല്ലാഹുവിന്റെ സഹായികളാകണം. നിങ്ങളൊക്കെ അള്ളാന്റെ സഹായികളാകണം. അപ്പൊ നമ്മൾ തെറ്റിദ്ധരിക്കരുത്, അള്ളാഹ് വലിയ ബുദ്ധിമുട്ടിലാണ് നമ്മൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. അല്ല, ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കണം, നിങ്ങൾ അള്ളാഹിനെ സഹായിക്കണം. അതിന് തെളിവ് പറയുന്നത് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹവാരികളോട് പറഞ്ഞതാണ്. അതാണ് അള്ളാഹു ആല ഇമ്രാനിൽ പറയുന്നത്. ഖാല മൻ അൻസ്വാരി ഇലല്ലാഹ്, ഈസ നബി തന്റെ ജനതയോട് പറഞ്ഞു, അല്ലാഹുവിങ്കലേക്ക് എന്നെ സഹായിക്കാൻ ആരാണുള്ളത്? ഖാലൽ ഹവാരിയൂൻ, ആ സമയത്ത് ഹവാരിയങ്ങൾ പറഞ്ഞു, എന്ത്? നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാണ്. ഈസ നബിയെ, ഞങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാണ്. ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരാണ്, വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ട് വഷ്ഹദ് ബി അന്നാ മുസ്ലിമൂൻ, സാക്ഷിയാകണം ഞങ്ങളൊക്കെ മുസ്ലിങ്ങൾ തന്നെയാണ്. ഈസ നബിയുടെ അനുയായികൾ അന്ന് പറഞ്ഞത് ഞങ്ങൾ മുസ്ലിങ്ങളാണ്. ഇന്നദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ സ്വീകാര്യമായത് ഇസ്ലാം മാത്രമാകുന്നു. ഇബ്രാഹിം നബി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിൽ വെച്ച് ദ്വാരുന്നതാണ് മുസ്ലിമാക്കണെന്ന്. അപ്പോ അള്ളാഹ് സ്വീകരിക്കുന്ന മതം ഇസ്ലാം. ആ ഇസ്ലാമിലെ ഓരോ മെമ്പർമാർക്കും മുസ്ലിം എന്ന് പറയുന്നത് അനുസരണയുള്ളവർ. ഇവിടെ ഈസ നബിയോട് തന്റെ അനുയായികൾ പറയാൻ, ഞങ്ങൾ സഹായിക്കും, ഞങ്ങൾ അള്ളാന്റെ സഹായികളാണ്, സാക്ഷ്യം വഹിക്കുക, എന്ത്? ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ അനുസരിക്കും, അനുസരണയുള്ളവരാണ്. ഹവാരി എന്ന് പറഞ്ഞാല് വസ്ത്രം വെളുത്തവർ എന്നർത്ഥം, പ്രധാനപ്പെട്ട അർത്ഥം സഹായികൾ. അതിനുള്ള യോജിപ്പ് അള്ളാഹുവിന്റെ വിഷയത്തിൽ അള്ളാഹുവിങ്കിലേക്ക് ആരാ സഹായിക്കുക? ഞങ്ങൾ സഹായിക്കുന്നു, അവരാണ് ഹവാരി. 12 ആളുകൾ പറഞ്ഞു ഞങ്ങൾ സഹായിക്കും, ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാവും. ഇത് നോക്കൂ, ഹവാരികൾക്കൊരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന നമ്മളും പ്രാർത്ഥിക്കണം. അതെന്താ? അതാണ് അല്ലാഹു തആല ആല ഇംറാനിലെ 53-ാമത്തെ ആയത്തിൽ പറയുന്നത്, റബ്ബനാ ആമന്നാ ബിമാ അൻസൽത വത്തബഅനാ റസൂല ഫക്തുബ്നാ മഅശ് ശാഹിദീൻ. ഞങ്ങളുടെ നാഥ, ആമന്നാ ബിമാ അൻസൽത, അല്ലാഹുവേ നീ ഇറക്കിയതിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വത്തബഅനാ റസൂൽ, റസൂലിനെ ഞങ്ങൾ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു, അനുകരിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഫക്തുബ്നാ മഅശ് ശാഹിദീൻ, സത്യത്തിന് സാക്ഷിയായവരുടെ കൂടെ, അവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ രേഖപ്പെടുത്തണേ. ആര് ദ്വാരക്കാണ്? ഹവാരികൾ ദ്വാരക്കാണ്. ഇത് ആല ഇമ്രാനിൽ അല്ലാഹു എടുത്തു ധരിക്കാം. ഈസ നബിയുടെ അനുയായികൾ 12 ശിഷ്യന്മാർ പറഞ്ഞു, എന്ത്? ഞങ്ങൾ എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ടാവും. എന്നിട്ട് അവർ ദ്വാരക്കാണ്, റബ്ബേ നാഥാ, നീ ഇറക്കിയ ഇഞ്ചീലിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, നിന്റെ റസൂലായ ഈസയെ ഞങ്ങൾ അനുകരിച്ചിരിക്കുന്നു. അല്ലാഹുവേ, സത്യത്തിന് സാക്ഷിയായവരിൽ ഞങ്ങളെയും രേഖപ്പെടുത്തണേ. ഇതിൽ നമുക്കുള്ള പാടെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എല്ലാ സമുദായത്തിലും ഹവാരികളുണ്ട്. എന്റെ സമുദായത്തിലെ ഹവാരി അത് സുബൈറാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് 12 ശിഷ്യന്മാര്, അവര് പറഞ്ഞ നിലപാട് നിങ്ങളും സ്വീകരിച്ചോളൂ. അവര് ഉറച്ചു നിന്നു ഈസ നബിയോട് കൂടെ, അവർ ഉറച്ചു നിന്നു. അവർ ചില പ്രാർത്ഥനകൾ നടത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഓരോ നബിമാർക്കും ഹവാരികളുണ്ട്.
എന്റെ ഹവാരി അത് നബിയുടെ ഹവാരികൾ ആരൊക്കെയാണ്? ഒന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, രണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മൂന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, നാല് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, പിന്നെ സുബൈർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു, അതുപോലെ റസൂലുള്ളാഹിന്റെ പിതൃവനായ സയ്യിദുൽ ശുഹദാ ഹംസ റളിയല്ലാഹു അൻഹു, അതുപോലെ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇവരെയൊക്കെ മഹത്തുക്കളെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഓരോ പ്രവാചകന്മാരെ കൊണ്ട് അങ്ങനെയുള്ള ആളുകൾ, ശരിയല്ലേ? ഈസ നബിയോട് കൂടെ ആ ഉറച്ചു നിന്ന ആളുകൾ എങ്ങനെ ഉറച്ചു നിന്നു? അതിനേക്കാൾ ശക്തമായി ഒരു കോട്ടയായി സഹോദര എന്തിനേയും പ്രതിരോധിക്കാൻ ഈ എണ്ണി പറഞ്ഞവർ നബിയോട് കൂടെ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ കൂട്ടത്തിൽ നമ്മുടെ സമുദായത്തിലെ ഹവാരികൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പാമ്പ് കടിച്ചിട്ട് പോലും അനങ്ങാതെ ഇരുന്ന് കൊടുത്തില്ലേ നബിക്ക്? ഇതിലേറെങ്ങനെ സഹോദര രക്ഷാ കവചമാവുക? റസൂലിന്റെ ശരീരത്തിൽ പാമ്പ് കടിക്കാതിരിക്കാൻ റസൂല് കിടക്കുമ്പോ, തന്റെ മടിയിൽ കിടക്കുമ്പോ കാലിന്റെ വിരലാണ് ഒരു പൊത്തിൽ കയറ്റി വെച്ച് നനങ്ങാതെ മണിക്കൂറുകൾ ഇരുന്നത്. മടിയിൽ കിടക്കുന്ന റസൂല് വിശ്രമിക്കട്ടെ എന്ന് കരുതിയിട്ടാ പാമ്പ് കടിച്ചു എന്നൊക്കെ പറയുമ്പോൾ റസൂലിന്റെ വിഷമാവും. ഇതാണ് സ്നേഹം. ബദറിന്റെ പടക്കളത്തിൽ അല്ലാഹുവിന്റെ ദൂതർക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ നിയോഗിക്കപ്പെട്ട സ്വഹാബിയായിരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാരും പറഞ്ഞു അലി ആയിക്കോട്ടെ. അലി പറഞ്ഞു എന്നെക്കാൾ ധീരത അബൂബക്കറിനാണ് റളിയല്ലാഹു അൻഹു. റസൂലിന്റെ സഹായികളായി എന്തിനും തയ്യാറായി. അതുകൊണ്ടല്ലേ 6 സൗറിൽ വെച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിക്ക് ചെയ്ത സേവനം, അതിന് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം തുലാസിന്റെ ഒരു തട്ടിലും ഞാൻ ചെയ്ത പ്രവർത്തനം മുഴുവനും തുലാസിന്റെ മറ്റേ തട്ടിലും ഇട്ടാൽ അബൂബക്കർ ചെയ്തതിൻ്റെതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് 3 ദിവസം 6 സൗറിൽ നബിയെ സഹായിച്ചതിന് ലഭിക്കാൻ പോകുന്നതാണ് ഞാൻ ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളെക്കാളും വലുത് എന്ന് അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. റസൂലിനോട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിന് എത്ര മഹത്വമാണ്. അവരൊക്കെ ഒന്നാം തരം സഹായികളായി. ഉമർ റളിയല്ലാഹു അൻഹു നബിയെ വല്ലാതെ സഹായിച്ചു. നബി എന്നെ പ്രാർത്ഥിച്ചതാ, റസൂലേ ഒന്നെങ്കിൽ ഉമറിനെ നന്നാൻ, അല്ലെങ്കിൽ അബൂജഹലിനെ നന്നാൻ. രണ്ടാളും പ്രമാണിമാരാണ്. അബൂജഹൽ വലിയ മുതലാളിയാണ്, അവന്റെ കൂടെ ധാരാളം ആളുകളുണ്ട്. ഉമർ വലിയ ധീരനാണ്. അദ്ദേഹം നമ്മുടെ പക്ഷത്തുണ്ടായാൽ പിന്നെ ശത്രുക്കൾക്കൊരു ഉൾഭയമുണ്ടാകും, കളിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഒന്നുകിൽ അബൂജഹലിനെ തരണം, അല്ലെങ്കിൽ ഉമറിനെ കൊണ്ട് ദീനിനെ ശക്തിപ്പെടുത്തണം. പുണ്യനബിയുടെ ദുആ അല്ലാഹു സ്വീകരിച്ചു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പുണ്യമതത്തിലേക്ക് വന്നു. പിന്നെ ആരായി അദ്ദേഹം? കാവലാളായി, സഹായിയായി. ഇതുപോലെയായിരുന്നു സഹോദര ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. വലിയ ധീരനായിരുന്നു. ഇസ്ലാമിന്റെ 4ാമത്തെ ഖലീഫ റസൂലുള്ളാഹിന്റെ മരുമകൻ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ശത്രുക്കൾക്ക് എന്തൊരു ഭയമായിരുന്നു അദ്ദേഹത്തെ. ഇസ്ലാമിന് എത്ര സേവനങ്ങളാണ് അവരൊക്കെ ചെയ്തത്. അലി റളിയല്ലാഹു അൻഹു സഹോദര ഖൈബറിന്റെ പടക്കളത്തിലേക്ക് രണ്ട് കണ്ണിനും അസുഖം ബാധിച്ചിട്ടും കയറി വന്നു. ആര്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. യഥാർത്ഥത്തിൽ അവരൊക്കെ എത്ര സഹായിച്ചു, ദീൻ എത്ര സഹായിച്ചു. അവർക്കതായിരുന്നു വലുത്. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും അവർ തയ്യാറായിരുന്നു. അതുപോലെ സഹോദര സുബൈർ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ തിരുദൂതർ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഏതുപോലെ? എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. ഖുർആന്റെ ഹൃദയം അത് ഏതാണ്? സൂറത്ത് യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഒരു പുതുമാരനുണ്ട്. ഖുർആനിലെ പുതുമാരൻ സൂറത്തുർ റഹ്മാൻ. എല്ലാ നബിക്കും ഒരു സഹായിയുണ്ട്. എന്റെ സഹായി എന്റെ സുബൈർ റളിയല്ലാഹു അൻഹു പ്രത്യേകം എടുത്തു പറഞ്ഞു. അദ്ദേഹം ഒരുപാട് സേവനങ്ങൾ ചെയ്തതാണ്. അതുപോലെ സഹോദര മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു, സയ്യിദു ശുഹദാ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹംസ റളിയല്ലാഹു അൻഹു, ഈസ നബിക്ക് രക്ഷാകവചം നൽകിയതുപോലെ സഹോദര പുണ്യനബിയെ ദ്രോഹിച്ച ഒരു സമയം വന്നപ്പോ അബൂജഹലിന്റെ തലക്കിട്ട് കൊടുക്കാൻ മുന്നോട്ട് വന്ന ഒരേ ഒരു ധൈര്യശാലി അതായിരുന്നു സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ മൂത്താപ്പയാണ്, പിതൃവ്യനാണ്. ഹംസ റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹു നന്നായപ്പോ
അബൂലഹബ്, അബൂ താലിബ്. അബൂലഹബ് നന്നായില്ല, അബൂ താലിബ് സംരക്ഷണം കൊടുത്തു. ഹംസ റളിയല്ലാഹു അൻഹു ധീരനായിരുന്നു. ശുഹദാക്കൾ എന്ന് പറയുന്ന ആ വിഭാഗത്തിന്റെ നേതാവാണ് ആര്? ശുഹദാക്കൾ എന്ന് പറയുന്ന ആ വിഭാഗത്തിന്റെ നേതാവാണ് ഹംസ റളിയല്ലാഹു അൻഹു. ഓരോന്നിനും ഓരോ നേതാക്കന്മാരുണ്ട്. സിദ്ദീഖീങ്ങളുടെ തലവൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണെങ്കിൽ ശുഹദാക്കളുടെ തലവൻ ഹംസ റളിയല്ലാഹു അൻഹു. ഈ ഉമ്മത്തിൽ ഒരുപാട് രക്തസാക്ഷികളുണ്ട്, ഒരുപാട് രക്തസാക്ഷികൾ. റസൂലുള്ളാഹിന്റെ കാലത്ത് റസൂല് പങ്കെടുത്തതും അല്ലാത്തതുമായ യുദ്ധങ്ങളിൽ ഇന്നിപ്പോ ലോകത്തിന്റെ പല ഭാഗത്തും സഹോദര ശത്രുക്കളുടെ കുത്തുമേറ്റ് മരിക്കുന്നു. പണ്ട് കാലത്ത് നടന്നതുപോലല്ലേ? പണ്ട് കാലത്ത് നടന്ന അതേപോലല്ലേ? എന്നാൽ സഹോദര, ശുഹദാക്കൾക്കൊരു രജിസ്റ്റർ ഉണ്ട്. ശുഹദാക്കളുടെ പേരുകൾ രേഖപ്പെടുത്തുന്ന രജിസ്റ്റർ. അതിൽ ആദ്യത്തെ പേര് സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? ഉഹദിന്റെ പടക്കളത്തിൽ അത്രക്കും ഭീകരമായിട്ടാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന് 5 ശത്രുക്കൾ വെട്ടിപ്പൊളിച്ചു, കരള് പുറത്തെടുത്തു. ഹിന്ദ് എന്ന് പറഞ്ഞ പെണ്ണ് ആ വെറുപ്പിന്റെ ആഴം കൊണ്ട് ഹംസ റളിയല്ലാഹുവിന്റെ കരള് കടിച്ചിട്ട് തുപ്പി. നമ്മൾ പറയും കടിച്ചു തുപ്പാനുള്ള ദേഷ്യമുണ്ട്, അക്ഷരാർത്ഥത്തിൽ കടിച്ചു തുപ്പി. അള്ളാഹു ആ ഹിന്ദിന് ഹിദായത്ത് കൊടുത്തു. വഹ്ഷി എന്ന് പറയുന്ന ആളാണ് ചാട്ടുളി എറിഞ്ഞിട്ട് ഹംസ റളിയല്ലാഹുവിനെ വധിച്ചത്. അവർക്കും അല്ലാഹു ഹിദായത്ത് കൊടുത്തു. അത്രേ ഉള്ളൂ അല്ലാഹു ഹിദായത്ത് കൊടുത്തത്. രണ്ടുപേരും ഇസ്ലാം സ്വീകരിച്ചു. പക്ഷേ മദീന പള്ളിയിൽ റസൂൽ പ്രസംഗിക്കുമ്പോ ആ സദസ്സിൽ വഹ്ഷി റളിയല്ലാഹു അൻഹു ഉണ്ടെങ്കിൽ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് നിങ്ങൾ നേരെ എന്റെ മുന്നിൽ വന്നിരിക്കും, നിങ്ങളെ കാണുമ്പോഴേക്ക് ഞാൻ എന്റെ പിതൃവിനെ ഓർത്തുപോകും. ഹംസ റളിയല്ലാഹു അൻഹു ഓർത്തുപോകും. ഒരു വിഷമാണ്, അതുകൊണ്ട് എന്നെ കാണാതിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് റസൂൽ പറയുന്നത് കേൾക്കണം. ഭയങ്കര സങ്കടമായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഏതെങ്കിലുമൊക്കെ തൂണ് മറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അദ്ദേഹം മനസ്സിൽ കൊണ്ടിടുന്നു, ഞാൻ സത്യനിഷേധിയായിരുന്ന കാലത്ത് ഹംസ റളിയല്ലാഹു അൻഹു വധിച്ചു. എനിക്ക് ആ സങ്കടം ഒന്ന് തീരണമെങ്കിൽ സത്യവിശ്വാസിയായതിന്റെ ശേഷം ഒരു മഹാശത്രുവിനെ വധിക്കണം. അങ്ങനെയാണ് യമാമ യുദ്ധത്തിൽ മുസൈലിമ എന്ന് പറയുന്ന കള്ളപ്രവാചകനെ ചാട്ടുളി എറിഞ്ഞിട്ട് വധിച്ചു. ആര്? വഹ്ഷി റളിയല്ലാഹു അൻഹു. യമാമ യുദ്ധത്തിൽ അതെങ്ങനെ കാത്തിരിക്കാണ്, ഈ മുസൈലിമയെ ശരിയാക്കണം, അവന് കുഴപ്പമുണ്ടാക്കണം. ഹംസ റളിയല്ലാഹു അൻഹു വധിച്ചത് ആ സങ്കടം എനിക്ക് തീർക്കണം. നല്ല അസ്ത്രവിദ്യയിൽ വളരെ കഴിവുള്ള ആളായിരുന്നു അദ്ദേഹം. എയ്ത് വിട്ടു അത് കൃത്യമായിട്ട് കൊണ്ട് ഇയാൾ വീണു. അങ്ങനെയാണ് മുസൈലിമ കൊല്ലപ്പെട്ടത്. പിന്നെ അതിന്റെ ശേഷം അദ്ദേഹത്തിന് റാഹത്ത്. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണകാലത്താണ് ആ യുദ്ധം നടന്നത്. ഞാൻ പറയുന്നത് ഹംസ റളിയല്ലാഹു അൻഹു സഹിച്ച ത്യാഗത്രേ. ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പേര്, അതിന്റെ താഴെ ഒരുപാട് പേരുകൾ. അതിൽപ്പെട്ട പ്രമുഖനാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാകാം ഹവാരിങ്ങളുടെ കൂട്ടത്തിൽ ഈ സമുദായത്തിൽ ജഅഫർ റളിയല്ലാഹു അൻഹു പ്രത്യേകം വേണ്ടിയത്. വല്ലാത്ത ധീരനായിരുന്നു അദ്ദേഹം. അവർക്കൊന്നൊരു പ്രശ്നമില്ല. നമ്മളങ്ങനെ തന്നെയുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹോദര, ഇതല്ലല്ലോ വലുത്, നമുക്ക് നാളെ പരലോകാണ് വലുത്. അതുകൊണ്ട് തന്നെ സഹോദര, നമ്മൾ ആത്മാർത്ഥമായിട്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സേവനം ചെയ്യണം. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. അൽഹംദുലില്ലാഹ്, ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടായി. ഇന്ന് സഹോദര, നമുക്ക് കൂട്ടിലെങ്ങാണെങ്കിൽ ഖുർആൻ ക്ലാസ് നടത്താൻ, ഇത് തടയാൻ ഇവിടെ ആരും വരുന്നില്ല, അവിടെ ബഹളം ഉണ്ടാക്കാൻ വരുന്നില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഉറക്ക ഓതിയ കാരണത്താലാണ് അദ്ദേഹത്തിന് ശത്രുക്കൾ വളഞ്ഞിട്ട് തല്ലി പരിക്ക് പറ്റിയത്. മുഖമൊക്കെ പൊട്ടി ചോര വന്നിരുന്നു. ഉറക്ക ഖുർആൻ ഓതിയ കാരണത്താലാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മർദ്ദനങ്ങൾക്ക് വിധേയനായത്. ഉറക്ക ഖുർആൻ ഓതിയിട്ട അവസാനം ശത്രുക്കൾ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ഏതൊരു സ്വഹാബി ഖുർആൻ ഓതിയാലും ഒച്ചപ്പാടുണ്ടാക്കും, ഭയങ്കര ബഹളം. വലിയ ബഹളം ഉണ്ടാകും. ഇന്ന് നോക്കുന്നു, അൽഹംദുലില്ലാഹ്, ഖുർആൻ പ്രബോധനം ചെയ്യുക എന്ന് പറയുന്ന വലിയ ജിഹാദ് ചെയ്യാൻ നമുക്ക് എന്താ പണിയില്ല, ഒരു ബുദ്ധിമുട്ടില്ല. അൽഹംദുലില്ലാഹ്, നമുക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്നുണ്ട്. അത് നഷ്ടപ്പെടുത്താനാണ് ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർക്കണം, നമ്മൾ സ്വഹാബത്ത് ഏറെ സഹിച്ചുകൊണ്ടാണ് അള്ളാഹിന്റെ വിശുദ്ധ വചനങ്ങളെ പ്രബോധനം ചെയ്തത്. അവർക്കൊന്നും നിസ്കരിക്കാൻ പ്രയാസം, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചത്. പക്ഷെ അതൊക്കെ തരണം ചെയ്യാൻ അവർ തയ്യാറായി. അവർക്ക് ദീനായിരുന്നു വലുത്.
സുജൂദ് ചെയ്താൽ തലക്കിട്ട് ചവിട്ടുമെന്ന് പറയുമ്പോഴും സുജൂദ് ചെയ്യാൻ അവർക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. സുജൂദിൽ കിടക്കുന്ന റസൂലിന്റെ പെരടിയിൽ വരെ സഹോദര ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല നിക്ഷേപിച്ചു. ഒട്ടകത്തിന്റെ കുടല് ഒരുപാടുണ്ടാവും. ഒരു കോഴിയുടേതാണെങ്കിൽ പോലും സഹോദര നോക്കൂ, വളരെ കുറഞ്ഞത് അത് ചീഞ്ഞു പോയാൽ എന്തൊരു വാസനയാണ്. എന്നാൽ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല, രൂക്ഷമായ ദുർഗന്ധം വമിക്കുന്ന കുടൽമാല കൊണ്ടുവന്ന് സുജൂദ് ചെയ്യുന്ന പ്രവാചകരുടെ പെരടിയിലിട്ടിട്ട് തല ഉയർത്താൻ കഴിയാതെ വിഷമിച്ചു. ഫാത്തിമ എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ആ പെൺകുട്ടി, ആ ചെറിയ ബാലിക ഇത് കണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞത് ചതിച്ചു. എത്ര ത്യാഗം സഹിച്ചുവോ അവരൊക്കെ. നേതാവിനെ സഹിച്ചു, പിന്നെ അനുയായികളത് പ്രശ്നമില്ല. അള്ളാഹു ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, നേരത്തെ ഇതിലേറെ വലുത് വന്നിട്ടുണ്ട്, പേടിക്കണ്ട. എല്ലാവരും സഹിച്ചിട്ടുണ്ട്. മൂസാ നബിയുടെയും ഈസാ നബിയുടെയൊക്കെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. നേരത്തെ കഴിഞ്ഞുപോയ പ്രവാചകന്മാരും അനുയായികളും ഓരോ കാലഘട്ടത്തിലും സത്യത്തിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ സഹിച്ചത് പറഞ്ഞു കൊടുത്തപ്പോ അപ്പൊ ഇതൊന്നും ഒന്നുമല്ല എന്നുള്ള ചിന്ത വന്നു. ആ വിഷയത്തിൽ നമ്മളെക്കാളും പ്രയാസപ്പെട്ടവരാലോചിക്കുമ്പോൾ നമുക്ക് സമാധാനം വരും. ഏതുപോലെ ഭൗതിക വിഷയത്തിൽ നമ്മളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കണം. അപ്പൊ നമുക്കെന്താവും, നമ്മളിപ്പോ കുറെ മുന്നിലാണ് തോന്നുന്നത്. ഈ ആഴ്ചയിൽ ഒരു ക്ലാസ്സിൽ പോയപ്പോ ഞാനൊരു വീട് കണ്ടു. ഞാൻ സംഘാടകരോട് പറഞ്ഞു, എന്റെ നാട്ടിലായിരുന്നെങ്കിൽ ഞങ്ങൾ ഖുർആൻ ക്ലാസിന്റെ കീഴിൽ അവരെ വീട് നന്നാക്കി കൊടുക്കുമായിരുന്നു. വാടകക്കൊന്നുമല്ല അത്ര. ഒരൊറ്റ മുറി, അതന്നെ ഷീറ്റ് വലിച്ചു കെട്ടിയിരിക്കും. അതൊക്കെ ഇങ്ങനെ കണ്ടാല് നമ്മളൊക്കെ എവിടെയാണ്? സ്വർഗത്തിലാണ്. നമ്മളങ്ങനെയല്ല, നമ്മൾ മുകളിലേക്ക് നോക്കും. 10 ലക്ഷത്തിന്റെ വീട്ടിൽ പാർക്കുന്നവൻ 2 കോടിയുടെ വീടിനെ പറ്റി ചിന്തിക്കും. ഒരു വീട് കാണുമ്പോൾ അപ്പൊ ടെൻഷനാ. അതുപോലെ ആയില്ലല്ലോ സഹോദര. 2000 രൂപയുടെ ഷീറ്റ് വാങ്ങിയിട്ട് അലകും പോലും വെച്ച് കെട്ടിണ്ടാക്കിയിട്ട് ചെറിയൊരു കുടുംബം, 2 മക്കളും മാതാവും പിതാവും, ആകെ ഒരൊറ്റ റൂം, പിന്നെ ചെറിയൊരു അടുക്കളയും, ബാക്കി ഒരൊറ്റ റൂമിൽ. അങ്ങനത്തെ ഒരു വീട് കാണുമ്പോൾ അപ്പൊ നമുക്ക് 10 ലക്ഷത്തിന്റെ വീട്ടിലാണെങ്കിൽ 20 ലക്ഷത്തിന്റെ വീട്ടിലാണെങ്കിൽ അപ്പോഴാണ് ഈഴ്മത്തിന്റെ ആഴം പോകുന്നത്. ഭൗതിക വിഷയത്തിൽ നമ്മളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കിയിട്ട് സമാധാനമടയണം. ആത്മീയ വിഷയത്തിൽ മുകളിലേക്ക് നോക്കിയിട്ട് അങ്ങനെ എത്താൻ ശ്രമിക്കണം. അങ്ങനെ വേണ്ട. നമ്മൾ നേരെ മറിച്ചായിരിക്കും. സഹോദര, നമ്മൾ വാഴക്കാട് വഴി പോകുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് വന്ന മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട എന്താണ്? അങ്ങനെ ആവണം. അങ്ങനെ ആവൂലെങ്കിലും പ്രശ്നം ഓലൊക്കെ എത്ര ഉന്നതങ്ങളെത്തി പരമാവധി ശ്രദ്ധിക്കണം. തൃപ്പനഞ്ചി വഴി നമ്മൾ പോകുമ്പോൾ സൂഫി വര്യനായ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന തൃപ്പനഞ്ചി ഉസ്താദിനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്കൊന്നും ദുന്യാവിനോടൊരു ബന്ധമില്ലായിരുന്നു. എത്ര വലിയ കാര്യപ്പെട്ടവരായിരുന്നു. അപ്പൊ അത് ഓർക്കുന്ന സമയത്ത് നമുക്ക് നന്നാകണം എന്നുള്ള ചിന്ത വരണം. സഹോദര, അങ്ങനെ ചിന്തിക്കേണ്ടത്. വാളക്കുളം വഴി പോകുന്ന സമയത്ത് സൂഫിയോജനായിരുന്ന ഉസ്താദ് സി.എച്ച്. ഐദ്രോസ് മുസ്ലിയാരെ ഓർക്കുമ്പോ നമ്മൾ ഓർക്കണമെന്ത്? എനിക്കും അങ്ങനെ ഒരു അവസ്ഥ നന്നാവണം. അങ്ങനെയാണ് വരേണ്ടത്. കരുവാരക്കുണ്ട് വഴി നമ്മൾ പോകുന്ന സമയത്ത് സഹോദര, മഹാനായ കെ.ടി. മാലി മുസ്ലിയാരെ ഓർക്കണം. വിശുദ്ധ ദീനിനു വേണ്ടി തന്റെ എല്ലാ കാര്യങ്ങളും മറന്ന് പ്രവർത്തിച്ച ആ മഹാമനുഷ്യനെ ഓർക്കുമ്പോ നമുക്ക് തോന്നിപ്പോകണമെന്ത്? അങ്ങനെ എനിക്കും ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. ഒരുപാട് മഹത്വങ്ങൾ നമ്മളങ്ങനല്ല ചിന്തിക്കുക. അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കാറിയോ? ഞാൻ അത്രത്തോളം ഒന്നും എത്തിയിട്ടില്ലെങ്കിലും കള്ളൊന്നും കുടിക്കുന്നില്ലല്ലോ, സുബഹിയൊക്കെ ഞാൻ നിസ്കരിക്കുന്നില്ലേ, അങ്ങനെ ചിന്തിക്കാം. അടീക് പോലെയാണ്. അല്ല, സുബഹി ഞാൻ നിസ്കരിക്കുന്നുണ്ട്, സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് നിസ്കരിക്കണം. അങ്ങനെ ചിന്ത വേണം. ദുന്യാവും സകല വസ്തുക്കളും തുലാസിന്റെ ഒരു തട്ടിലും. സഹോദര, സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്തിന്റെ മൂല്യം മറ്റേ തട്ടിലും ഇട്ടാലും ഖനം തൂങ്ങുന്നത് ആ മറ്റേ തട്ടിലുള്ളതാണ്. വലിയ മുതലാതാ. എല്ലാ സുബഹിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കണം. സുബഹിക്ക് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പല്ല, അത് തഹജ്ജുദ്. സുബഹിക്ക് ബാങ്ക് കൊടുത്തതിന്റെ ശേഷം സുബഹിയുടെ റവാത്തിബ് നിസ്കരിക്കുക. നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ജമാഅത്ത് തുടങ്ങിയിട്ടെങ്കിൽ ജമാഅത്ത് കൂടിയാൽ മതി. ജമാഅത്ത് കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതി. നിങ്ങൾ വരുന്ന സമയത്ത് ജമാഅത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ജമാഅത്തിൽ കൂടെ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കുക. നിയ്യത്ത് തന്നെ വെച്ചാൽ മതി. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത്. ഖളാ ആയിട്ടില്ല.
സുബഹിയുടെ സമയം കഴിഞ്ഞാൽ കളാവും. ഇപ്പൊ നമുക്ക് നിസ്കരിക്കാം, ഇന്നലെ 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല, ഇപ്പം നിസ്കരിക്കാം, പക്ഷെ കളാവും. റവാത്തിബ് നിസ്കാരം സഹോദര കളാവ് കിട്ടാം. സമയം നിർണയിക്കപ്പെട്ട ഏത് നിസ്കാരം എന്ത് ചെയ്യാം? കളാവ് കിട്ടാം. സമയം നിർണയിക്കപ്പെട്ട ഏത് നിസ്കാരവും കളാവ് കിട്ടാം. അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാനാണല്ലോ. ഇപ്പൊ നമുക്ക് ഒരു ദിവസം സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല, പിന്നെ ലോഹർക്ക് വന്നപ്പോ എന്ത് ചെയ്തു? അത് നിസ്കരിച്ചു വിട്ടാ. തഹജ്ജുദ് വരെ കളാവ് കിട്ടാം. എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം ഉറങ്ങിപ്പെട്ട് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല, ഉച്ചക്ക് നിസ്കരിക്കാം, കളാവ് കിട്ടാം. എന്നും വളവാക്കരുത്, എന്നും കളാവ്. രാത്രി തീരെ നിസ്കരിക്കാതെ ലോഹർക്ക് വന്ന് 2 റക്അത്ത് നിസ്കരിക്കും. ഇതിപ്പോ ഏതാണ്? ഇത് തഹജ്ജുദ് കളാ ആണ്. എന്നും നിസ്കരിക്കലുണ്ടോ? ഇല്ലേ, രാത്രി നിസ്കരിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാ പിന്നെ ആദ്യം തന്നെ ലോഹർക്ക് ആക്കിയാൽ മതി. അള്ളാഹ് അങ്ങനല്ല. ഞാൻ പറയുന്നത് അത്തരം കാര്യങ്ങളിലാണ് സഹോദര നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധ വേണ്ടത്. അങ്ങനെ കുറെ സുന്നത്തുകൾ, അങ്ങനെയുള്ള സുന്നത്തുകളിലൊന്നും ശ്രദ്ധിക്കൂല. വേണ്ടാത്തീര് ഭയങ്കര ശ്രദ്ധയായിരിക്കും. വേണ്ടതിനെ തീരെ ചില ആളുകൾ ശ്രദ്ധിക്കൂല. വളരെ ശ്രദ്ധിക്കണം. ആ കാര്യത്തിൽ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയുണ്ട്. റസൂലുള്ളാഹിന്റെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത അള്ളാഹിന്റെ തിരുതുറെ പറ്റി അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളത്തിന്റെ അളവ് 10 കൊല്ലം റസൂലുള്ളാഹിയെ ഖിദ്മ ചെയ്ത മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5 മുദ്ദ് അല്ലെങ്കിൽ 4 മുദ്ദ്. 4 മുദ്ദ്, ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 800 മില്ലി ലിറ്റർ. അപ്പൊ 4 മുദ്ദ് എന്ന് പറഞ്ഞാൽ 3200. ഏറിയാൽ 5 മുദ്ദ്, അതിന്റെ അപ്പുറത്തേക്ക് പോയിട്ടില്ല എന്നാൽ 4 ലിറ്റർ. മനസ്സിലായില്ലേ? 5 മുദ്ദ് വെള്ളം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് എത്രയാണ്? എന്റെ കണക്ക് കുഴപ്പമില്ല. കൃത്യമായിട്ട് എത്ര? 4 ലിറ്റർ വെള്ളം. ഒരു കുളിക്ക് 4 ലിറ്റർ വെള്ളത്തിന്റെ അധികം നിമിത്തങ്ങൾ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. അത്രയും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഏറിയ 4 ലിറ്റർ. എന്നാലും 4 ലിറ്റർ ഇല്ല. 5 ലിറ്ററിന്റെ കന്നാസ് ഒന്ന് ആലോചിക്കുക. അപ്പോഴത് കൊടുത്തു കിട്ടുക. 5 ലിറ്ററിന്റെ കന്നാസ് ആലോചിക്കുക. അത്ര വെള്ളമില്ല. 400 ലിറ്റർ മതിയാവണില്ല ചില ആൾക്കാർ. 400. കാരണം എന്താ? 500 ലിറ്റർ കൊള്ളുന്ന ടാങ്ക് നിറച്ചിട്ട് കുളിക്കാൻ കയറിയതാണ്. പിന്നെ ഒരാള് ഒരു ബക്കറ്റ് വെള്ളം എടുത്തപ്പോൾ അത് കഴിഞ്ഞു. മറ്റേയാളെ കുളി കഴിഞ്ഞതാണ്. ഈ ജാതി ആളുകൾ എന്നാലെ ഓലിങ്ങനെ തീന്ന് പറയണേട്ടാല് ഭയങ്കര ശ്രദ്ധേക്കാരല്ലോ. ഒരു നേഴ്സൊക്കെ അല്ല നോക്കണ്ടെന്നല്ല, ഇത് അതിലേറെ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? ശ്രദ്ധിക്കൂല. ഇനി ശ്രദ്ധിച്ചോളൂ. ഉണ്ടായിട്ടാണ് ഈ കാട്ടിക്കൂട്ടൽ. ഇല്ലെങ്കിൽ ഇപ്പൊ എന്താ? വിമാനത്തിലൊക്കെ ഉണ്ടല്ലോ ചില ആൾക്കാർ തൊള്ളിയും പൊളിച്ച് നിൽക്കില്ല തന്നെ. വിമാനത്തിലൊക്കെ പെരിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്ന് കരുതിയോലുണ്ട്. അതുപോലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയും. എന്നിട്ട് അവിടെ ഒച്ചപ്പാടുണ്ടാക്കണം. ഓരോ ഒച്ചപ്പാടുണ്ടാക്കിയാലും കാര്യമില്ല. കൾച്ചറില്ലാതെ ഒരു രക്ഷയില്ല. എന്താ ചെയ്യാ? ഞാൻ പറയുന്നത് സഹോദര, നമ്മളെപ്പോഴും ചിന്തിക്കണം. നമ്മുടെ പൂർവീകരായ ആളുകൾ അവര് അല്ലാഹുവിന്റെ തിരുദൂതനെ വല്ലാതെ അനുകരിച്ചു. അപ്പൊ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം, ആദ്യത്തെ വിഷയത്തിലേക്ക് തന്നെ വരും. എന്തെങ്കിലുമൊക്കെ ചെറിയൊരു വിഷയം പ്രയാസം വരുമ്പോഴേക്ക് നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചിന്തിക്കണം. നമ്മുടെ പൂർവീകർ ഒരുപാട് ത്യാഗം സഹിച്ചു. ഒരിക്കൽ നബിതങ്ങൾ പറഞ്ഞു, നോക്കൂ, ഒരിക്കൽ നബിതങ്ങൾ പറഞ്ഞു, ഒരു പ്രവാചകന് ശത്രുക്കളെടുത്ത് ഏറ് കിട്ടും. എന്നിട്ട് ചോര നെറ്റി പൊട്ടിയിട്ട് ചോര ഇങ്ങനെ ഒലിച്ചു വന്നു. ആ രക്തത്തുള്ളികളെങ്ങാനും ഭൂമിയിലേക്ക് ഉറ്റു വീണാൽ അള്ളാഹുവിന്റെ കോപമുണ്ടാകും ശത്രുക്കൾക്ക്. അപ്പൊ ആ പ്രവാചകൻ ശത്രുക്കളോട് പോലും ദയ കാണിച്ച് ആ രക്തം ഭൂമിയിലേക്ക് ഉറ്റുവീടാൻ സമ്മതിച്ചില്ല, മുഖത്ത് പുരട്ടിയത്. സ്വഹാബിമാര് പരസ്പരം പറഞ്ഞു, ആരാണ് ആ പ്രവാചകൻ അറിയോ? റസൂൽ തന്നെയാണ്. റസൂലിനെ പറ്റി പറയണം. സഹോദര, നിങ്ങൾ ചിന്തിക്കണം. നോക്കൂ, നിങ്ങൾ അന്ത്യപ്രവാചകന്റെ നെറ്റുപൊട്ടിയിട്ടാണ് ചോര വരുന്നത്. ആ തോയിഫിന്റെ ഒക്കെ മണ്ണെന്ന് സഹിച്ച് റസൂൽ ചെരുപ്പും അങ്ങനെ തളം കെട്ടിയിരുന്നാണ് ചോര. റസൂലിന്റെ തള്ളി ചില ക്ലിപ്പിങ്ങുകളൊക്കെ ഉണ്ടല്ലോ ഗുജറാത്തിൽ നിന്നും മറ്റൊക്കെ, വെറുതെ നമ്മുടെ സഹോദരങ്ങളെ അടിച്ച്. സഹോദര, അള്ളാഹിന്റെ തിരുദൂതൻ, അള്ളാഹുവിന്റെ തിരുദൂത തോയിഫിന്റെ മണ്ണിൽ നിന്ന് അവർ ഓടിച്ചിറങ്ങും. യുവാക്കളെയും കുട്ടികളെയും വിട്ടിട്ട് കല്ലെറിഞ്ഞ്
എത്ര പ്രയാസപ്പെട്ടു ഈ പ്രവാചകൻ. ഇത് ആലോചിക്കുമ്പോൾ ഇന്ന് നമ്മുടെ പ്രയാസങ്ങൾ വല്ലതുമാണോ? ഒന്നുമല്ല സഹോദര. എത്ര പ്രയാസങ്ങളുണ്ടോ. അള്ളാഹുവിൽ നിന്ന് കൂലിയുണ്ടാകും. പ്രയാസം ഉണ്ടാകാൻ ദുആ ചെയ്യാൻ പാടില്ല, പക്ഷെ പ്രയാസമുള്ളവർക്ക് അള്ളാഹു കൊടുക്കും. ഫലസ്തീന്റെ മണ്ണിൽ നമ്മൾ കാണുന്ന രംഗം അതല്ലേ സഹോദര. മഷീൻ ഗണ്ണുമായി വരുന്ന ജൂതപ്പട്ടാളക്കാരോട് ഏറ്റുമുട്ടുന്നത് കരിങ്കല്ലിന്റെ ചീളുമായി ഫലസ്തീനിലെ ബാലന്മാർ. എത്ര പ്രയാസങ്ങളാണ് അവർ സഹിക്കുന്നത്. എത്ര പെണ്ണുങ്ങൾ ക്രൂരമായി ബലാത്സംഗത്തിനിരയായി. എന്തിന് സഹോദര? നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ പരിശോധിച്ചാൽ മഹാത്മാഗാന്ധിജിയുടെ നാട്ടിൽ എത്ര പേര് അതിക്രൂരമായി കത്തിച്ചു കളഞ്ഞു. എത്ര പേര്. ചിലരൊക്കെ പറയുന്നുണ്ടല്ലോ, അത്ര പേരെ ഞങ്ങൾ പരലോകത്തേക്ക് അയച്ചു എന്നൊക്കെ പരസ്യമായിട്ട് പ്രസംഗിക്കുന്നുണ്ട്. ഞങ്ങളോട് കളിച്ചാൽ അങ്ങനെയായിരിക്കും. എന്തു കളി സഹോദര. സത്യവിശ്വാസികൾ എല്ലാ കാലത്തും ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഗുജറാത്ത് കലഹമുണ്ടായ സമയത്ത് ഒരു മുൻ MP-യും കുടുംബവും വരെ എന്തായി? കത്തിക്കരിഞ്ഞു. അവർ വീട് തീ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രൂപത്തിൽ ഇന്നതാ മ്യാൻമറിൽ ബുദ്ധ തീവ്രവാദികൾ ചെയ്യുന്ന സഹോദര. അങ്ങനെ എത്ര. ഗസയിൽ നേരത്തെ കണ്ടില്ലേ ആക്രമണം. ഇങ്ങനെ ലോകത്തിന്റെ ഏത് ഭാഗത്തും. അപ്പൊ നമ്മൾ ഓർക്കണം, അങ്ങനെ ഒരു സാഹചര്യം വരരുത്. വരാതിരിക്കാനുള്ള വഴികൾ സ്വീകരിക്കണം. സമാധാനത്തിന്റെ വഴി. അഥവാ വന്നാലോ ക്ഷമിക്കണം. സ്വർഗം ഏത് ഘട്ടത്തിലും വിളിച്ചു. അപ്പൊ ഹവാരികൾ നമ്മളും ഇതേ രീതി സ്വീകരിക്കണം. ഇനി നോക്കൂ, ഇപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികൾ അവര് പ്രാർത്ഥിച്ചത് ഖുർആൻ ഉദ്ധരിച്ചു. ഞാൻ നേരത്തെ ഉദ്ധരിച്ചു. ഇനിയോ നമ്മളെങ്ങനെ ദുആ ചെയ്യേണ്ടത്? നബിയുടെ സ്വഹാബത്ത് ദുആ ചെയ്തതിനെ സംബന്ധിച്ച് അല്ലാഹു തആല അതേ സൂറത്തിൽ തന്നെ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ അൻ ആമിനൂ ബിറബ്ബികും ഫആമന്നാ ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. നമ്മൾ ദ്വാരക്കണ്ട എങ്ങനെയാണ്? അതായത് ഈസാ നബിയുടെ അനുയായികൾ ദുആ ചെയ്തത് ആല ഇമ്രാന്റെ ആദ്യ ഭാഗത്ത് പറയുന്നു. നബിയുടെ അനുയായികൾ ഹവാരിയങ്ങൾ ദുആ ചെയ്തത് അത് സൂറത്ത് ആല ഇമ്രാന്റെ തന്നെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. എല്ലാ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞാലും റസൂൽ ഓതിയിരുന്ന ഭാഗമാണ്. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ തിരുദൂതർ ഓതിയിരുന്ന ഭാഗമാണ് ആല ഇമ്രാന്റെ അവസാന ഭാഗം. ആല ഇമ്രാൻ സൂറത്തിന്റെ അവസാന ഭാഗം നബി തങ്ങൾ എല്ലാ ദിവസവും ഓതിയിരുന്നു. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സുബഹിന്റെ മുമ്പായിട്ട്. അത് മറക്കണ്ട. അതിൽപ്പെട്ട പ്രാർത്ഥനയാണ് ഏത്? അന്ന് സ്വഹാബത്ത് ഇങ്ങനെ പറഞ്ഞു: റബ്ബനാ ഇന്നനാ സമീഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ അൻ ആമിനൂ ബിറബ്ബികും ഫആമന്നാ. നാദാ വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുന്നത് ഞങ്ങൾ കേട്ടു. റസൂലാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. വിളിച്ചു പറയുന്ന ആള് റസൂലാണ്. എന്താ വിളിച്ചു പറയുന്നത്? ലിൽ ഈമാൻ, സത്യവിശ്വാസത്തിലേക്ക് വിളിച്ചു പറയുന്ന ആള് വിളിച്ചു പറയുന്നു. എന്താ വിളിച്ചു പറയുന്നത്? അൻ ആമിനൂ ബിറബ്ബികും ഫആമന്നാ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചോളൂ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഫആമന്നാ, അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. നാദാ, അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നോക്കൂ, ആലു ഇമ്രാനിൽ നിന്ന് ഇത് നമ്മൾ ഓതുമ്പോഴേ, ആലു ഇമ്രാന്റെ അവസാന ഭാഗം ഇത് നമ്മൾ ഓതുന്ന സമയത്ത് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് അവിടെന്നെങ്കിലും ഓതും. അങ്ങനെ ഓതുന്ന സമയത്ത് ഇതിങ്ങനെ ഓതുമ്പോൾ ഒരു പ്രാർത്ഥനയായിട്ട് വരും. നമ്മളങ്ങനെ ഓതിയാണ് പ്രാർത്ഥന സംഭവിക്കുകയാണ്. നമ്മൾ ആല ഇമ്രാൻ സൂറത്തിന് മൂന്നാമത്തെ സൂറത്ത് ആലു ഇമ്രാൻ 200 ആയത്തുകളുള്ള ആലു ഇമ്രാൻ, അതിൽ 189 മുതലോ അല്ലെങ്കിൽ 190 മുതലോ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി അവിടെ നോദിയാണ് 190 മുതൽ 200 വരെ 11 അത് നമ്മൾ ഓതുന്ന സമയത്ത് അതിൽ ഈ പ്രാർത്ഥന വരുന്നുണ്ട്. ഏതുപോലെ ഫാത്തിഹ നമ്മൾ ഓതുമ്പോൾ സഹോദര അതൊരു പ്രാർത്ഥനയായി മാറും. സൂറത്തുൻ നാസ് നമ്മൾ ഓതുമ്പോൾ ഫലക്ക് നമ്മൾ ഓതുമ്പോൾ ഒരു പ്രാർത്ഥനയായിട്ട് മാറുന്നു. ആയത്തുൽ കുർസി ഓതുന്ന സമയത്തിന് പ്രാർത്ഥനയായിട്ട് മാറുന്നു. ആമന റസൂൽ ഓതുമ്പോൾ അതൊരു പ്രാർത്ഥനയാകുന്നു.
എന്നതുപോലെ ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മളിങ്ങനെ ഓതിക്കൊടുത്താൽ മതി. റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ അൻ ആമിനൂ ബിറബ്ബികും ഫആമന്നാ. നാദാ നമ്മൾ വിളിച്ചു പറയാണ്, അല്ലാഹുവോട് നമ്മൾ വിളിക്കുകയാണ്. ഈമാനിലേക്ക്, സത്യവിശ്വാസത്തിലേക്ക് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുന്നത് ഞങ്ങൾ കേട്ടു. എന്താ വിളിച്ചു പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ കൊണ്ട് വിശ്വസിച്ചോളൂ, ആമിനൂ ബിറബ്ബികും, നിങ്ങൾ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചോളൂ എന്ന് വിളിച്ചു പറയുന്നത് ഞങ്ങൾ കേട്ടു. നാദാ, ഞാൻ നിങ്ങൾ നബി പറയുന്നത് നേരെ കേട്ടിട്ടില്ല, കേട്ടു എന്നതിന്റെ തെളിവാണ് ഈ ഓതുന്നത് തന്നെ. കാരണം ഖുർആൻ കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ. റബ്ബേ, ഞങ്ങൾ പാപങ്ങൾ പുറത്തു തരണം, ഞങ്ങളെ ദോഷങ്ങൾ ഞങ്ങളോട് നീ മാപ്പാക്കി തരണം. വതവഫനാ മഅൽ അബ്റാർ, അബ്റാറിങ്ങളോട് കൂടെ ഞങ്ങളെ നീ മരിപ്പിക്കണേ. ആരാ അബ്റാറിങ്ങൾ? അബ്റാറിങ്ങളുടെ ഒന്നാമത്തെ അടയാളം എന്താ? നിങ്ങൾ നേർച്ച ചെയ്താൽ, നേർച്ചയാക്കിയാൽ അതൊരു പൂർത്തിയാക്കും. കിണർ കുത്തിയിട്ട് വെള്ളം കണ്ടാൽ 1 ഗ്ലാസ്സിലേക്ക് ചായ നേർച്ചാക്കി കണ്ടു. ഇന്ന് ആ നെയ്യപ്പം ചായയാണ് നമ്മൾ കുടിച്ചത്. ക്ലാസ് റൂം വഴി ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ കരുതും ആ നെയ്യപ്പം വെള്ളം ഇറക്കിയിട്ടുണ്ടാവും. സഹോദര, അല്ലാഹു തആല ഖുർആനിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ങ്ങളുടെ അടയാളം എന്താ? പുണ്യവാന്മാരായിരിക്കും. ചിലർ നേർച്ചാക്കും, കാര്യം ശരിയായാൽ പിന്നെ ആ വാങ്ങാൻ ശ്രദ്ധിക്കില്ല. കുടുങ്ങിയ സാഹചര്യത്തിൽ അല്ലേ, ഭാര്യന്റെ പ്രസവം റാഹത്തായ രൂപത്തിലാണ് നടന്നാൽ ഞാൻ പള്ളിയൊക്കെ 1000 രൂപ കൊടുക്കുന്നു. റാഹത്തായി നടന്നപ്പോ ഇയാൾ കരുതാണ് അതിപ്പോ അതുകൊണ്ടൊന്നും ആവില്ല, എത്ര പെണ്ണുങ്ങൾ വരണം, കൊടുക്കാൻ തോന്നില്ല. പിന്നെ ഒരു 100 രൂപ കൊടുത്തിട്ട് പഞ്ചായത്താക്കി കുടുംബം എവിടെങ്കിലും ഇട്ടുള്ള കൂട്ടും. ഭാല്യ വളവന്മാരാകും. ഡോക്ടർ പറയാ ചെറിയൊരു പ്രശ്നമുണ്ട്, അപ്പൊ 2000-ന്റെ ഒറ്റോട്ടന്നെ കൊടുക്കാൻ കിട്ടും. അതിന്റെ വിഷയാവൂല. അപ്പോ നല്ലൊരുക്കണം പ്രസവിച്ചാല് ഈമാൻ തന്നെ ഇല്ലാത്ത എത്ര പെണ്ണുങ്ങൾ പ്രസവിക്കണം. അയലോക്കത്ത മുസ്ലിം പെണ്ണിനൊക്കെ ഇങ്ങനെ ഓർക്കും. ഓരൊക്കെ ഇപ്പൊ നേർച്ചാക്കിയിട്ടല്ല, ഓര് വേറെ എങ്ങനെയാണ് കൊടുക്കും. പിന്നെ പള്ളിയിൽ ഖുർആന്റെ സദസ്സിലേക്ക് ബക്കറ്റ് വന്നമാർക്ക് ബക്കറ്റ് വന്നപ്പോ ഒരാള് 5-ന്റെ നോട്ട് തെരഞ്ഞ് കിട്ടിയ നോട്ടേക്ക് ഇട്ടു. അപ്പൊ ഇയാൾ പൈസ എടുക്കേണ്ട അടിയിൽ ഇയാള് 2000-ന്റെ നോട്ട് പുറത്തേക്ക് പാറി. അത് ഇയാൾ കണ്ടിട്ടില്ല. അയാൾ ആ ബക്കറ്റ് കണ്ടിന്റെ നോട്ട് ഇട്ടു. അപ്പൊ വേക്കിലാള് തോണ്ടിയിട്ട് ഈ 2000-ന്റെ നോട്ട് അയാൾ കൊടുത്തു. അയാൾ കരുതിയത് ബക്കറ്റിലിടാൻ വേക്കത്തെ ആള് തരികയാണെന്നാണ്, ദൂരേക്ക് ഇട്ടളി എന്നുള്ള രൂപത്തിൽ. അയാളത് വേഗം വാങ്ങിയാണ്ടായി കിട്ടും. ബക്കറ്റാണ് പോയി ചെയ്തു. സംഘാടകര് വേഗം അത് എണ്ണിക്കാണ്ട് റബ്ബറിലിട്ടു. സംഘാടകൻ കരുതി 2000-ന്റെ ഒറ്റോട്ടൊക്കെ വന്നിട്ടുണ്ട്. ഈ സാധു അല്ല, വളവൻ ഇത് അറിഞ്ഞിട്ടില്ല, തന്റെ 2000 പോയ വിവരം. എന്നാൽ അയാൾ കരുതേണ്ട എന്താ അറിയോ, ഞാൻ 5 അട്ടത്, ആ സഹോദരൻ 2000 അട്ടത്, അവന് ലോട്ടറി ആയിട്ട് അടിച്ചു. ഇങ്ങനെ കടാൻ എന്നാ ഓൻ ചിന്തിക്കുന്നു. അവസാനം പിന്നെ ഇത് മനസ്സിന്ന് പോകുന്നില്ല. 2000-ഒക്കെ ബക്കറ്റിലിടുകയാണ്. ഒരവസരം കിട്ടിയപ്പോ അവനോട് ചോദിച്ചു, അവനോട് പറഞ്ഞു, അന്ന് ഞാൻ സമ്മതിച്ചു കേട്ടോ, 2000-ന്റെ ഒറ്റോട്ടാള് അന്ന് ബക്കറ്റിലിടാൻ എൻ്റെ അടുത്ത് തന്നത്. അയാൾ മേപ്പെട്ട് 2000-ന്റെ അത് ഞാൻ നിങ്ങളെ പൈസ കേസെന്ന് പാറിയതാണ്. അത് ഞാൻ നിങ്ങൾക്ക് തന്നായിരുന്നു. പിന്നെന്തേ ആയത് അറിയില്ല, കാരണം അറ്റാക്ക് ഉണ്ടാവും ഫിഷ്കുമാരെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയൊക്കെ തന്നെ ഓരോരുത്തർ ഇറങ്ങുള്ളൂ. പോട്ടെ, ഞാൻ പറയുന്നത് നോക്കൂ, വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോ ദ്വാരക്കാണ്, അള്ളാഹുവോട് ദ്വാരക്കാം. മോമിനിയങ്ങൾ ദ്വാരക്കേണ്ടത് എങ്ങനെ? സഹോദര, സത്യവിശ്വാസത്തിലേക്ക് ഒരാൾ വിളിച്ചപ്പോൾ ഞങ്ങളത് കേട്ടു. അള്ളാഹുവെ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. നമ്മളിതിങ്ങനെ ഓതുമ്പോ പ്രാർത്ഥന വരികയാണ്, ദോഷങ്ങൾ പൊറുക്കണേ, അബ്റാറിയങ്ങളോടുകൂടെ ഞങ്ങളെ മരിപ്പിക്കണേ. ആരാ അബ്റാറിയങ്ങൾ? അബ്റാറിയങ്ങളുടെ ഒരു അടയാളാണ് ഒരു നേർച്ച പൂർത്തീകരിക്കും. പാവങ്ങളെ സഹായിക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ഇവരെ പറ്റി പ്രത്യേകം അബ്റാറിയങ്ങൾ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പേര് പറഞ്ഞിട്ടില്ല, അവര് കാരണം ഇറങ്ങിയിട്ടുണ്ട്. അബ്റാറിയങ്ങൾ
കാരണം എന്താ, അവരാണ് അത്രക്കും പുണ്യം ചെയ്തു എന്നാണ്. നമ്മൾ എന്നും ദ്വാരക്കുന്ന എന്താ, ആ പുണ്യവാന്മാരോടുകൂടെ മരിക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യും. പുണ്യവാന്മാര് മരിച്ചതുപോലെ ഉറക്ക കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വീണ്ടും ദ്വാരക്കുന്നത് നോക്കും. നമ്മളെങ്ങനെ ദ്വാരക്കണം? ഹവാരികള് മഹാനായ ഈസ നബിയുടെ ശിഷ്യന്മാര് ദുആ ചെയ്തു. ഈ നബിയുടെ ഉമ്മത്തായ നമ്മൾ ദുആ ചെയ്യേണ്ടത് റബ്ബനാ വആതിനാ മാ വഅദ്തനാ അലാ റുസുലിക വലാ തുഖ്സിനാ യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ്. റബ്ബനാ, ഞങ്ങളുടെ നാഥാ, വആതിനാ മാ വഅദ്തനാ, നീ ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തത് ഞങ്ങൾക്ക് നീ നൽകണേ നാഥാ. എന്താ വാഗ്ദത്തം ചെയ്തത്? അലാ റുസുലിക, നിന്റെ പ്രവാചകന്മാരുടെ നാവുകൾ മുഖേന, പ്രവാചകന്മാർ മുഖേന ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത് കൊണ്ട ഞങ്ങൾക്ക് നീ നൽകണേ. എന്താ കാരണം? പ്രവാചകന്മാരല്ലേ നമ്മളോട് വാഗ്ദത്തം ചെയ്തത്. സ്വർഗത്തെ പറ്റി നമ്മൾ പഠിച്ചത് നമ്മുടെ നബി പറഞ്ഞു തന്നിട്ടാ. അള്ളാഹിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയത് നബി പറഞ്ഞു തന്നിട്ടാണ്. അതല്ലാതെ അള്ളാഹു നേരിട്ട് കൊടുക്കുന്ന ഒരു ഏർപ്പാടില്ല, പ്രവാചകൻ മുഖേനയാണ്. നമ്മൾ പറയണം, പ്രവാചകൻ മുഖേന നീ ഞങ്ങളോട് വാഗ്ദത്തം ചെയ്ത ആ സ്വർഗം, ആ വാഗ്ദത്തത്തിൽ ലംഘിക്കരുത് നാഥാ, ഞങ്ങൾക്ക് നൽകണം, ആ സ്വർഗം നൽകണം. വലാ തുഖ്സിനാ യൗമൽ ഖിയാമ, പടച്ചവനെ ഖിയാമത്ത് നാളിൽ ഞങ്ങളെ നീ ഒരിക്കലും വഷളാക്കല്ലേ. ഖിയാമത്ത് നാളിൽ നാഥാ നീ ഒരിക്കലും ഞങ്ങളെ വഷളാക്കല്ലേ. ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ്, ഒരു കരാറ് ചെയ്തതിനെ, ഉടമ്പടി ചെയ്തതിനെ ലംഘിക്കാത്തവനാ നീ. സോപ്പിടും പോലെയാണ്. അല്ലാഹു തആല സോപ്പിടാൻ പറഞ്ഞുതരാണ്. നീ കരാറ് ലംഘിക്കാത്തവനാണ്. അതുകൊണ്ട് അതാ ഖിയാമത്ത് നാളിൽ വഷളാക്കല്ല. നോക്കി, കോടിക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകളുണ്ടെങ്കിലും അവിടെ വിഷമത്തിരണ്ടുണ്ടാവും, ഉണ്ടാവും. മനസ്സിലായി പോകരുത്. ഇവിടെ വെച്ചാൽ പൊങ്ങാടിയായത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അവരെ ശരിക്ക് കൃത്യമായ രേഖ ശരിയാക്കണം. ഓരോ വരുമാനം, കാര്യങ്ങൾ ഒക്കെ എല്ലാം കൃത്യമായിട്ട്. അതിന് ഇന്ന് രാവിലെ 8 മണി മുതൽ ഇന്ന് വൈകുന്നേരം 5 മണിന്റെ അടിയിൽ കൂട്ടിലങ്ങാടി പഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകളുടെയും രേഖ ശരിയാക്കണം എന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത്. അങ്ങനെ 10,000-കണക്കിന് ആളുകൾ പഞ്ചായത്തിന്റെ ഓഫീസിന്റെ മുന്നിലാണ്, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിന്റെ മുന്നിലാണ്. ഇവർ പറഞ്ഞ രൂപത്തിൽ ഓരോരുത്തരുടേതും പരീക്ഷിക്കുകയാണെങ്കിൽ ഒരു 100 ആളുകളുടേത് പരിശോധിക്കുമ്പോഴേക്ക് 5 മണി കഴിയും. പിന്നെ എന്താവും? കാര്യമായിട്ടൊരു പരിശോധന നടക്കില്ല. പോട്ടെ, നേരല്ല, പോട്ടെ 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 ഇങ്ങനെ പറഞ്ഞിട്ട് 10,000-കണക്കിന് ആളുകൾ ഇത് 8 മണി മുതൽ 5 മണി വരെ തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? സ്ഫീരണ കൂട്ടും. അപ്പൊ എന്ത് ചെയ്യും? എല്ലാവരും കഴിച്ചില്ല. കാരണം വലിയ വലിയ മുതലാളിമാരൊക്കെ റേഷൻ പീടിയിൽ മാത്രമാണ് ഒന്നുമില്ലാന്ന് തെളിയിക്കൽ, തീരെ സമ്പത്തില്ലാന്ന് തെളിയിക്കൽ. എവിടെയാണ് റേഷൻ ഷാപ്പ്? വളരെ മോശമായി. അതേസമയത്തോ കുട്ടിന്റെ മുടിയാളിക്കലുണ്ടായോക്കട്ടെ, ഹലാക്കിന്റെ 2 പോത്തും പിന്നെ വരുന്നോൽക്ക് 2 ആട് നടത്തിട്ട് കുറുമ, അത്യാവശ്യം ഉണ്ട് തെളിയിക്കും. മകളെ കാണാൻ വേണ്ടി ഒരു ചക്കം വരുന്നുണ്ടെങ്കിൽ അയലോക്കക്കാരന്റെ കാറ് കൊടുത്തിട്ട് അവിടെ നിർത്തിയിടും. പെണ്ണിന്റെ വാപ്പാക്ക് ഒരു കാറുണ്ട് എന്ന് വിചാരിച്ചോട്ടെ എന്ന്. അങ്ങനെ വരെ ദുരഭിമാനം നടിക്കുന്ന ആളുകളാണ് റേഷൻ ഷോപ്പിൽ എന്ത് ചെയ്യുന്നത്? ഒന്നുമില്ല, നമ്മളെ കാർഡ് മറ്റേ തന്നെ ആകണം. സഹോദര, ഞാൻ പറയുന്നത് ഇവിടെ നമ്മൾ രക്ഷപ്പെട്ടു പോകും. എന്നാ നാളെ മഹ്ശറയിൽ കോടാനകോടി മലക്കുകൾ, മനുഷ്യർ, അനേകായിരം കോടി മനുഷ്യർ ഒരുമിച്ച് കൂടുമ്പോ എങ്ങനെ എല്ലാവരുടേത് നോക്കുക എന്നുള്ള ചിന്ത ഉണ്ടാവണ്ട. എല്ലാവരുടേതും അല്ലാഹു തആല കൃത്യമായിട്ട് പരീക്ഷിക്കപ്പെടും. അന്ന് വഷളത്തരത്തിന്റെ ദിന. അതുകൊണ്ടാണ് വലാ തുഖ്സിനാ യൗമൽ ഖിയാമ, നാദാ ഖിയാമത്ത് നാളിൽ നീ ഞങ്ങളെ വഷളാക്കല്ലേ എന്ന് പ്രത്യേകം നമ്മൾ ദുആരക്കണമെന്ന് പറഞ്ഞത്. അല്ലാഹു ആ ദുആ സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ആയത്ത് ഓതുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈസാ നബിയുടെ അനുയായികൾ ദുആരുന്നത് ആലി ഇമ്രാന്റെ സൂറത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞല്ലോ, അതുപോലെ ഒന്ന് ആലോചിച്ചാൽ നീ അള്ളാഹു നമ്മളോട് പറയണം. അതാണ് സൊഫ് സൂറത്ത് നിർത്തുക. സൊഫ് സൂറത്തിന്റെ അവസാനം അള്ളാഹ് പറയുന്നത് നിങ്ങൾ അള്ളാന്റെ സഹായികളാകണം. അതിന്റെ അർത്ഥം എന്താ? അള്ളാന്റെ സഹായികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കൂ, മാന്യമായി അള്ളാഹ് പറഞ്ഞതുപോലെ ജീവിക്കുക. അള്ളാന്റെ മതത്തെ സഹായിക്കണം. പള്ളിക്ക് സഹായിക്കേണ്ട അള്ളാനെ സഹായിക്കണം. പാവപ്പെട്ടവനെ സഹായിക്കുന്നത് അള്ളാനെ സഹായിക്കണം. എല്ലാ സഹായിക്കണം. അതുമാത്രമല്ല, ഒരുപാട് കാര്യം, നമ്മുടെ എല്ലാ കാര്യങ്ങളും. അതല്ലാതെ അള്ള ബുദ്ധിമുട്ടായത് കൊണ്ടല്ല. ഒരു ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറയുന്നുണ്ട്, ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും ഇൻ
നിങ്ങളിലുള്ള ആദ്യക്കാരും അവസാനക്കാരും ജിന്നുകളും മനുഷ്യരും എല്ലാവരും നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ള റസൂലിനെ പോലെ ആയാലും അത് കാരണം എന്റെ അധികാരത്തിൽ ഒരു വർധനവും വരുന്നില്ല. നോക്കൂ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അന്ത്യപ്രവാചകരെ പോലെ വിശുദ്ധിയുള്ളവരായി, അന്ത്യപ്രവാചകൻ എല്ലാ നിലക്കും പെർഫെക്റ്റാ. അങ്ങനെ എല്ലാവരും നന്നായാലും എനിക്ക് പ്രത്യേക നേട്ടല്ല. പിന്നെ അള്ളാഹു പറഞ്ഞെന്താ, നിങ്ങളിലുള്ള ആദ്യക്കാരും അവസാനക്കാരും ജിന്നുകളും മനുഷ്യരും മുഴുവനും നിങ്ങളിൽ ഏറ്റവും വൃത്തികെട്ട ഇബ്ലീസിനെ പോലെ എല്ലാവരും പിഴച്ചാലും എന്റെ അധികാരത്തിൽ ഒരു കുറവും അത് വരുത്തുന്നില്ല. നേരെ മറിച്ച് നോക്കൂ, ഒരു വാപ്പാക്ക് 10 മക്കളുണ്ട്, 9 മക്കളും നല്ല ലെവലില്ല, അത്യാവശ്യം പണുണ്ട്, 9 മക്കളും ഒപ്പം ജമാഅത്തിന് പോകുന്നവരാ. പക്ഷേ ഒരു മകൻ സെൻട്രൽ ജയിലിലാണ്, കൊലപാതകത്തിന് പ്രതിയാ. ആ വാപ്പാക്ക് നഷ്ട അല്ലെ? ആ വാപ്പാക്ക് ഇനി കാര്യം പറയാൻ പറ്റില്ല. ആ വാപ്പ പള്ളിക്കെന്ന് പറയാണ് എല്ലാവരും നല്ലതിലേക്ക് ജീവിക്കണം. അപ്പൊ ചിലർ പറയും എന്റെ വലിയോനെ എന്റെ വലിയോനെ നന്നാക്കെ. 9 മക്കൾ അവിടെ നന്നായവരുണ്ടെങ്കിൽ എന്താ? അപ്പൊ മനുഷ്യന്റെ മനസ്സിൽ വരെന്താ? അയാൾ പോയി പറയാൻ മാത്രം ഉണ്ടോ? ഓപ്പ എവിടെ? അങ്ങനെ. അതുകൊണ്ട് സഹോദര, നമുക്ക് നമ്മുടെ മക്കൾ അവർ പിഴച്ചു പോയാൽ അതിന്റെ നഷ്ടം നമുക്കുണ്ട്. എന്നാൽ അതേ സമയത്ത് നമ്മളൊക്കെ നന്നായ അള്ളാഹ്ക്ക് നേട്ടൂല, നമ്മളൊക്കെ കേട് വന്നാൽ കോട്ടൂല. നേട്ടവും കോട്ടവും നമുക്ക് തന്നെയാണ്. അള്ളാഹിനെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അതിനോട് ചേർത്ത് വായിക്കും. അള്ളാഹു പറയുന്ന അങ്ങനെയാണ്. അപ്പൊ നോക്കൂ, ഹവാരിയങ്ങൾ പറഞ്ഞതുപോലെ എന്നിട്ട് അള്ളാഹ് പറയാണ്, ഇസ്രായേൽ സന്തതികളിൽ നിന്ന് ഒരു വിഭാഗം അവർ വിശ്വസിച്ചു, ഒരു വിഭാഗം സത്യത്തെ നിഷേധിച്ചു. ഈസനെ സത്യത്തിലേക്ക് വിളിച്ചു, ഹവാരിയങ്ങളുടെ അവസ്ഥ പറഞ്ഞു. ഒരു വിഭാഗം ആളുകളുടെ അവസ്ഥ എന്താ? ഒരു സത്യനിഷേധം, അതിനെ സ്വീകരിച്ചു. സത്യവിശ്വാസികൾക്ക് സത്യനിഷേധികൾക്കെതിരെ നാം വിജയം നൽകി, നാം ശക്തി നൽകി അവർക്ക്. ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. ഒരു കൂട്ടർ സത്യനിഷേധത്തിൽ ഉറച്ചു നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അല്ലാഹു പറയുന്നത് ആ സത്യനിഷേധികൾക്കെതിരെ, ആ സത്യനിഷേധികൾ, ആ ശത്രുക്കൾക്കെതിരെ അല്ലാഹു തആല സത്യവിശ്വാസികളെ ശക്തിപ്പെടുത്തി. അവർ വിജയിച്ചവരായി തീർന്നു, വിജയം നേടിയവരായി തീർന്നു എന്ന് അല്ലാഹു തആല അതിന്റെ അവസാനം പറയാണ്. ഇത് മുസ്ലിങ്ങളെ ഏറെ ചിന്തിക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ സഹായം നമുക്ക് ഏത് സമയത്തും ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് അൽ മുംതഹന സൂറത്താണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സാലിഹായ അമലായി അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ.